നമസ്കാരം. വൈത്താരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കഥകളി വേഷവും കഥകളി സംഗീതവും ചേർന്നുള്ള ഒരു വർത്തമാനങ്ങളാണ്. കഥകളി വേഷത്തിൽ കലാമണ്ഡലം MBS നമ്പൂതിരി എന്ന ആചാര്യൻ, നമ്മൾ ഇതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ കേട്ടതാണ്. അദ്ദേഹം ഇത്തവണ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രശസ്ത കഥകളി സംഗീത ആചാര്യൻ, ഇന്നത്തെ കഥകളിയിലെ സംഗീതത്തിലെ ഏറ്റവും മുതിർന്ന കലാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന, ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, സംഗീതജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, സ്വന്തമായ ശൈലിക്ക് ഉടമയായ, സ്വന്തമായ ശബ്ദത്തിനുടമയായ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന കഥകളി സംഗീത ആചാര്യൻ. മാടമ്പേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൻ്റെ സംഗീത പഠനം ഏത് കാലത്ത് 1957 തുടങ്ങിയ സംഗീത പഠനത്തിൽ താൻ എന്തെല്ലാം അവിടെ നിന്ന് നേടിയോ, ശിവരാമാശാനിൽ നിന്ന് നേടിയ, അല്ലെങ്കിൽ നമ്പീശാശാനിൽ നിന്ന് നേടിയ ആ സംഗീത പഠന പദ്ധതി, പരിശീലന പദ്ധതി അദ്ദേഹം ചൂർ മനക്കിൽ പുഷ്പാശാൻ്റെ അടുക്കൽ പോയി പഠിക്കാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. പുള്ളിമനക്കിൽ പോയി 2 മാസത്തോളം അവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പഠനങ്ങൾ കഥകളി സംഗീതത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ പഠനകാലം മുതലാണ് പൂർണ്ണമായ തോതിൽ ഒരു കഥകളി സംഗീതജ്ഞനാവാനുള്ള പ്രയത്നം അദ്ദേഹത്തിന് ലഭിക്കാൻ സാധിച്ചത്. എങ്ങനെയും അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ തനതായ ശൈലിയിലൂടെ, എന്താണോ ഒരു പാരമ്പര്യ കഥകളി സംഗീതത്തിൻ്റെ പാരമ്പര്യ ശൈലി ഉണ്ടായിരുന്നത്, അതിപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തേണ്ടതാണ്. തൻ്റെ സ്വയം പാടുന്ന ശൈലിയിലെങ്കിലും താനത് നിലനിർത്തിക്കൊണ്ടിരിക്കും എന്ന ഉറച്ച ഒരു കാഴ്ചപ്പാടുള്ള കഥകളി സംഗീതജ്ഞനാണ് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കളരി എന്നത്, അദ്ദേഹം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വരുന്ന ശിഷ്യരെ അദ്ദേഹം വാർത്തെടുക്കുന്നത്, കഥകളി സംഗീതം പഠിപ്പിക്കുന്നത്, ഈ അദ്ദേഹം ആർജിച്ചെടുത്ത തനതായ കഥകളി സംഗീതത്തിൻ്റെ ആ പാരമ്പര്യ, അക്കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ 1950 കാലം, 50-60 കാലത്തുണ്ടായിരുന്ന ആ പാരമ്പര്യ ശൈലി നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം കഥകളി സംഗീതം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ചിട്ടയ്ക്ക് ധാരാളം പ്രാധാന്യമുള്ള കോട്ടയം കഥകളാവട്ടെ, തമ്പിയുടെ കഥകളാവട്ടെ, ഇതൊക്കെ പാടി പരിശീലിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന നിഷ്കർഷ നമുക്ക് പറഞ്ഞാൽ മതിയാവാത്തതാണ്, അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് മാത്രം തീരാത്തതാണ്. എന്നുപോലെ തന്നെ തോടയം പുറപ്പാട്, പകുതി പുറപ്പാട്, മേളപ്പദം തുടങ്ങിയ പ്രാരംഭമായ ആലാപനങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം പാടി പഠിപ്പിക്കുന്നത് വളരെ കൗതുകമാണ് കാണാനും കേൾക്കാനും. എങ്ങനെയും മാടമ്പേശനാണ് ഇന്ന് നമ്മളോട് ഉത്തരങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, കളരി അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ധാരാളം അറിയാവുന്നതുകൊണ്ട് MBS ആശാനും അതിനോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ രണ്ടുപേരെയും, 2 മുതിർന്ന ആചാര്യന്മാരെ ഇതിൽ ഒപ്പം ലഭിച്ചതിലുള്ള സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾക്കും അത് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ആചാര്യന്മാരെ ക്ഷണിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അപ്പോൾ ഒരു വെടിവെട്ടായിട്ട് നടക്കാം, നമ്പൂതിരിമാരാണല്ലോ. അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അനൗപചാരികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വർത്തമാനം പറയാൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പഠിത്ത കാലത്തായിട്ട് മേള വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ഒരുപാട് ലേഖനങ്ങളും
അതുപോലെ കളിമേള സഞ്ചാരം എന്നൊക്കെ പറഞ്ഞ് കുറേ അടുത്ത കാലത്ത് അതിനെ തൻ്റെ അനുഭവത്തിൽ കൂടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റേ താരി എന്നുള്ള പേരിൽ ഒരു പ്രോജക്റ്റ് പോലെ ചെറിയൊരു പേരിൽ അതിൽ ഒരുപാട് ഈ രംഗത്തുള്ള ഒരുപാട് എല്ലാ വിഷയങ്ങളിലും പാട്ടായാലും കൊട്ടായാലും വേഷമായാലും ഇവരൊക്കെ തരത്തിലുള്ള അഭിമുഖം നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത്രയും ഗൗരവപ്പെട്ടൊരു കാര്യം കൂടിയാണ്. ഏതായാലും ഇന്നിപ്പോൾ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂരി, കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യ നമ്പൂരി ആയിട്ടാണ് ഇന്നത്തെ നമുക്ക് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം. ആവശ്യമുള്ളതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കണത്, മാടമ്പി ഇപ്പോൾ ഞാൻ ഇവിടെ കലാമണ്ഡലം ചെയ്യുന്നതിന് മുമ്പേ തന്നെ മാടമ്പി വന്നിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പേ. അതെ. അപ്പോൾ ഏത് കൊല്ലത്തിലെ മാടമ്പി ഇവിടെ ചേർന്നു? 1957 അല്ലേ? ആ ശരി. അപ്പോൾ ഈ രംഗത്തേക്ക് വരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെ? എനിക്ക് കഥകളിപ്പാട്ടിനോടുള്ള ഭ്രമം. അപ്പോൾ അതിങ്ങനെ ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം ഉണ്ടാവാൻ കാരണം ഇല്ലത്തരത്തിലുള്ള ഒരു അമ്പലമുണ്ട് അവിടെ, പച്ചായി അമ്പലം. 5 ദിവസത്തെ കളിയും ഉത്സവവും സ്ഥിരം. അപ്പോൾ അവർ കുളിക്കാനൊക്കെ ഇല്ലത്തൊക്കെ വരിക, എൻ്റെ രസമൊക്കെ വരിക. അപ്പോൾ അവിടെ വലിയ കുളം. ഞാൻ അപ്പോൾ ഇത് അവരെ അറിയിക്കണം. അത് എങ്ങനെ അറിയിക്കണം എന്ന് വെച്ചാൽ ഞാൻ മുകളിലേക്ക് പോയിട്ട് തലേദിവസം എനിക്ക് കേട്ട പോലെയുള്ള എന്തെങ്കിലും പാടും. എന്നിട്ട് ഇവർ കുളി കഴിച്ച് 6 മണിക്ക് പുറത്ത് പോകത്ത് വന്നിരിക്കും. അത് കേട്ടപ്പോൾ ഗോപിനാഥനോ കൃഷ്ണൻകുട്ടിയാരോ ആരോ, തൈമേക്കുട്ടിക്ക് പാട്ട് പഠിക്കണോ? ആ വേണം. പാട്ടാ മൂളിയാർന്ന് അത് വന്ദേശ്ലോകം കുറച്ച് കഴിയുമ്പോഴേക്കും ഉറക്കം വരും. അപ്പോൾ ആദ്യത്തെ കുറച്ച് എന്നാൽ കോട്ടയ്ക്ക് വരും. അവിടെ ആവാം. ഇത് വിശ്വസിച്ച് കാര്യ പറഞ്ഞുള്ള വിശ്വസിച്ച് ഞാൻ അച്ഛനെയൊക്കെ കൂട്ടി കോട്ടയ്ക്കിൽ പോയി. അവിടെ പോയപ്പോൾ പിന്നെ തമാശയ്ക്ക് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവണം. പിന്നെ എന്താ വേണ്ടത് ശരിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ചൊവ്വൂര് നീലകണ്ഠനും പോയി. അവിടെ ഉണ്ണിയസൂർപ്പ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ചെന്ന് പറ്റിയെന്ന് വരും. അവിടെ പോയപ്പോഴും നിരാശ തന്നെ അനുഭവം. ഞാൻ ഇതൊക്കെ വേണ്ടാച്ചെന്നു വിട്ടുള്ള പരിപാടിയൊക്കെ വേണമെങ്കിൽ അവിടെ പഠിപ്പിക്കാനായിട്ട് പാട്ട് പഠിപ്പിച്ചാൽ മകളെ വടക്കി കൊടുത്തുള്ള അരിപ്പുറത്തേക്ക്. അതന്നെ അതന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാടമ്പി ഇവിടെ പോയി ഇതൊക്കെ നിർത്തിയിട്ട് വരുമ്പോൾ താനൊരു കാര്യം ചെയ്തോളൂ, പൂളിക്ക് പൊക്കോളൂ. പൂളി അവിടെ പോയാൽ എന്തെങ്കിലും സൗകര്യം ഉണ്ടാവും. രാമനമ്പൂരിയാ കുഞ്ഞിനമ്പൂരി ആരെങ്കിലും കണ്ടാൽ മതി. അപ്പോൾ ഈ കുഞ്ഞപ്പൻ ഞങ്ങൾ പറയുക, കുഞ്ഞിനമ്പൂരിക്ക് കുഞ്ഞപ്പൻ, നീലകണ്ഠനമ്പൂരിക്ക് കുഞ്ഞപ്പൻ എന്നെല്ലാവരും പറയുക. അച്ഛൻ്റെ മുമ്പേ അച്ഛൻ ആയിട്ട് വലിയ താല്പര്യം അടുപ്പമൊക്കെയാണ്. പണ്ടന്നെ അടുപ്പാണ് താല്പര്യം. അതെ അതെ. അപ്പോൾ അച്ഛനെ ഒപ്പാണ് ഞാൻ പോയപ്പോൾ ഇവിടെ ഒന്നോടെ പറ്റുന്നൊക്കെ ചെയ്യാം. പിന്നെ അവിടുന്ന് അപ്പോൾ സ്കൂൾ പഠിക്കലൊന്നും ഉണ്ടായില്ലേ? 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ നിർത്തി. അത് നിർത്താനൊരു കാരണം എന്താ വെച്ചാൽ ഈ സ്കൂൾ പഠിക്കുമ്പോൾ ആൾ ഇന്ത്യ റേഡിയോയിൽ ചെറിയ കുട്ടികളുടെ പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ സ്കൂളിൽ നിന്ന് ഞങ്ങൾ 3-4 ആളെ കൊണ്ടുപോയി കോഴിക്കോട്ടേക്ക്. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തി സ്കൂൾ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു ഹെഡ് മാസ്റ്ററോട്, മാസ്റ്റർ ഇപ്പോൾ കുട്ടികളെയൊക്കെ ചെണ്ട കുടിക്കണ മട്ടാണല്ലോ. അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. പിന്നെ അതോടുകൂടി 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ നിർത്തി. പിന്നെ പൂള്ളി വന്നിട്ട് അവിടെ, അപ്പോൾ അവിടെ അവർക്ക് നേരം പോക്കിൻ്റെ കുറച്ച് എന്നാൽ അതുകൂടി ആയിക്കോട്ടെ, അത്രേ അവർക്ക്. അവിടെ തുടങ്ങി ചടങ്ങാൻ രാമൻകുട്ടിമാരാണുണ്ടായിരുന്നത്, രാമേട്ടൻ. പക്ഷേ അധികം പാടിക്കലൊക്കെ കോർബിളിയായിട്ടായിരുന്നു. മൃദംഗസ്റ്റ് ആലഞ്ചേറിയുടെ അദ്ദേഹമാണ് അധികം ഉണ്ടാവുക അവിടെ. രാമവർണസൻ എപ്പോഴേലും ഒരു തിടക്കൽ ഉണ്ടായ സപ്രസരം ചടങ്ങിന് അദ്ദേഹത്തിൻ്റെ അടുത്തിട്ടില്ല. അപ്പോൾ രാമവർണസനാണ് തുടക്കം. അത് ഭാഗവത. അപ്പം നിശ്ചിതനെ എന്താ ഒന്നും നിശ്ചയ ഹാർമോണിയം അന്ന് കാണണമല്ലോ. ഹാർമോണിയം തുടങ്ങിക്കോളൂ. നോക്കുമ്പോൾ എനിക്ക് എന്താ തന്നെ അദ്ദേഹം പറയേണ്ടത് നിശ്ചയം ഒന്നും മനസ്സിലാവണമില്ല.
അപ്പോൾ ഭാഗവതി പറഞ്ഞു, മാർബി ഈ പാട്ട് സപ്രസർ എന്ന് പറഞ്ഞാൽ കോണി കയറുന്ന പോലെയാണ്, സോറി ഇങ്ങനെ കാണിച്ച് അതേ പറഞ്ഞു. പിന്നെ അതൊരു തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിയെന്ന് പറയാം. പിന്നെ എല്ലാ ആഴ്ചയും ഞാൻ ഇപ്പോൾ അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ഈ നമ്പൂതിരിമാർ സമ്പ്രദായത്തിൽ ഉണ്ണാറായാൽ ഉളമാൻ നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അപ്പോൾ അതിലൊക്കെ നിൽക്കും. വൈകുന്നേരമായാൽ അവിടെ ഒരു കുട്ടിപ്പറ്റുണ്ട്, ചായയൊക്കെ ഓരോന്നിനും ഓരോരുത്തരാണ്, രാത്രി ഭക്ഷണത്തിൽ വേറെ ആൾക്കാർ. അപ്പോൾ ഇയാൾക്ക് നിശ്ചയം എന്താ നേരം പോകാൻ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കോരി നിറയ്ക്കുക പാത്രത്തിൽ. അത് അപ്പോൾ അയാൾക്ക് സന്തോഷത്തിന് വേണ്ടി അയാൾ പാലും അവലും പഞ്ചസാരയും കൂടി വിചാരിക്കുക. അയാൾക്ക് നഷ്ടമൊന്നുമില്ലോ, പൂളി എന്ന സാധനമല്ലേ. അതങ്ങനെ ഉണ്ടായി. പിന്നെ അവരുടെ ഈ ഇലക്ട്രിസിറ്റി അത് അവിടെ എല്ലായ്ക്കും ആയിട്ടില്ല അന്ന്. അവിടെ ഈ ജനറേറ്ററോ ഒക്കെ വെച്ചിട്ട് ജീവിപ്പിക്കണം. ഒരു ദിവസം ഞാൻ ഈ തോടിയാസത്തിൻ്റെ കൂട്ടത്തിൽ അവർ അഗ്രശാലയിൽ വലിയ അഗ്രശാലയുണ്ട് അവിടെ ഈ കുഞ്ഞിനെയും പോയി ഈരേട്ടനും പോയി പിന്നെ വേറെ നയം അങ്ങനെ കുറേ ആളുകൾ കൂടി കളരിപ്പയറ്റ് അഭ്യസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഇതിലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വായടച്ചിൽ ആ ഇടയിൽ കൂടെ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഒരു സമയത്ത് ഒരു സ്വിച്ച് ഇങ്ങനെ കണ്ടു അവിടെ. അത് കീഴ്പൊട്ടാക്കിയപ്പോൾ ലൈറ്റൊക്കെ അത് പോയി. മാടമ്പി ഉണ്ടാവും അവിടെ. അപ്പഴത്തേക്ക് കേട്ട് പേടിച്ച് ആദ്യം പഴയ പോലെ ഓടി പോകുന്നു. ഇങ്ങനെയുള്ള ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് കലാമണ്ഡലത്തിലേക്ക് അവിടുത്തെ പുള്ളിയെ സപ്രസരം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ പരസ്യം കണ്ടു. കുട്ടികളായിട്ട് അത് അപ്പോൾ പുള്ളിയെ മുമ്പ് പറഞ്ഞു, അതാ നാളെ പൊക്കോളൂ, പോയി നോക്കിക്കോളൂ, കിട്ടിത്തന്നാലോ. അത് പോയി എന്നെ സെലക്ട് ചെയ്തു. 57 ആഗസ്റ്റ് 16 ഇവിടെ കലാമണ്ഡലത്തിൽ ചേർന്നു. കഥകളിപ്പാട്ടിനാണ് ചേർന്ന് വെച്ചാലും ആദ്യം മരകേറ്റം വേഷം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഈ കോഴാമ്പറമ്പ് ക്ഷേത്രമുണ്ടല്ലോ, അവിടെ ഈ മിലിറ്ററിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടന്നായിരുന്നു. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി കലാമണ്ഡലത്തിൽ ഒരു കളി അവിടെ കിരാതം മറ്റാണ് കിരാതം. ഈ രാംഭുവാരസൻ അല്ല മാധവാചാരി എന്ന ആളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതെ ഞാൻ ചേർന്നപ്പോൾ മോട്ടോർ സൈക്കിൾ പഠിപ്പിച്ചു. അതെ തന്നെ ചേർന്നപ്പോൾ അയാളൊക്കെ കൂടി കെട്ടിക്കോളും, കാട്ടാളെ കുട്ടികളെ കെട്ടിക്കോളും. എന്താ കാട്ടാളെ കുട്ടികളെ അവർ ചോദിച്ചാൽ നമസ്കരിക്കാം. അത് പിടിച്ച അത് ചീടാമതി പറഞ്ഞു. രാമകൃഷ്ണനെ കാട്ടാളൻ എന്താണ് എന്തെങ്കിലും കാണിച്ച് ചോദിക്കും, അപ്പോൾ നമസ്കരിക്കും, എടുത്ത് കഴിക്കൂടെ. അല്ല അങ്ങനെ ഉണ്ടായിട്ട് കഥകളി പാട്ടിനാ ചേർന്നാലും. അപ്പോൾ അന്ന് നിങ്ങളൊരു ബാച്ചിലുണ്ടായിരുന്നല്ലോ, ആ ബാച്ചിൽ എല്ലാവരും ഒന്നിച്ച് ഇമ്രാന്തിരി, തിരുരംബീശൻ, ഹൈദരാലി, മാടമ്പി 4 പേര്. അതെ അതെ. അത് 10 വർഷം തുടക്കത്തിൽ മാടമ്പി ചേർന്നതിന് ശേഷം അവരൊക്കെ ചേർന്നല്ലോ. അല്ലല്ല, ഞങ്ങളൊക്കെ ഒരു ദിവസം അങ്ങോട്ടും. അല്ല, അപ്പോൾ ഒരു പത്രപരസ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ അവിടെ പോയി അങ്ങനെ എടുത്തതാണ് 4 പേര്. തുടക്കത്തിലൊക്കെ 10-20 കുട്ടികളുണ്ടായിരുന്നു. 25ഓളം കുട്ടികളുണ്ടായിരുന്നു പാട്ട് പഠിക്കാനോ. ഒക്കെ കൊയ്ഞ്ഞു പോയി. അവസാനം ഈ 4 ആളായി. ആ 4 ആളിൽ ഇപ്പം ബാക്കി 3 പോയി. ഇപ്പം ഞാൻ ഒറ്റയായി. എപ്പോഴാ കത്തിരിക്കാണ് പോവാൻ. അല്ല, അത് ഞാൻ വരുമ്പോൾ തന്നെ 4 ആളല്ലേ ഉള്ളൂ. അതെ അതെ. ചേത്ത കൊല്ലാണല്ലോ, ഞാൻ 58 ജൂണിലാണ് ചേർന്നത്. ഇപ്പോഴൊക്കെ നിങ്ങൾ 4 മറ്റേ പാട്ട് വിദ്യാർത്ഥികൾ, ഗംഗാരേട്ടൻ. പക്ഷേ ഈ മാധവാചാരി ഉണ്ടായിരുന്നില്ല, ഞാൻ വന്നപ്പോഴൊക്കെ പോയിരിക്കും. അത് ഉണ്ട്. ഒറ്റയ്ക്ക് ഇവിടെ പോയി. പിന്നെ ഒറ്റയ്ക്ക് വിവാഹം കഴിച്ചില്ല. ഒരു പട്ടാളത്തിന് വിരമിച്ചാളോ അങ്ങനെ ഒരാളോ ഒറ്റയ്ക്ക് താമസം. അപ്പോൾ നിങ്ങൾ 4 പേരും ഗംഗാരേട്ടനും മാത്രമേ അന്ന് വിദ്യാർത്ഥികളായിട്ട് ഉള്ളൂ. അതിനുശേഷമാണ് രാംഭുവാരസൻ വന്നത്. രാംഭുവാരസൻ ആദ്യത്തെ ഈ അടിസ്ഥാനമായിട്ടുള്ള ഇവിടെ പഠിച്ചിട്ടില്ല. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് സോടയം അങ്ങനെയുള്ള കാര്യമല്ലേ. ഞാനൊക്കെ ചേർന്നതിൻ്റെ പിന്നീട് വന്നുള്ളത്. അതെ, അതാ പറഞ്ഞ ഗംഗാരസാനെ പോലെ ഉണ്ടായിട്ടില്ലായിരുന്നു. സോടയം മന്ത്രിശ്ലോകം അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു.
പിന്നെ അവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ചില കഥകളെ ഇവർക്ക് തോന്നുള്ളൂ. അപ്പോൾ ഈ ആദ്യകാലത്തെ ഇവിടുത്തെ ഔപചാരികമായിട്ടുള്ള ഒരു അഭ്യാസത്തിൻ്റെ ഒരു രീതി എന്തായിരുന്നു അന്ന് ഒന്ന് നിങ്ങൾ നാലാള് അന്ന് ആരൊക്കെ ആശാന്മാരെ പാട്ടിന് നമ്പീശാശൻ, ശിവരാമരാശൻ, മാധവൻ പണിക്കരാശൻ, കാവുങ്കിൽ മാധവൻ പണിക്കപ്പെടുന്ന അദ്ദേഹം കളരിയിൽ അത്രയേ ഉള്ളൂ. മാധവൻ പണിക്കരാശൻ കളരി പാടാറാവാത്തവരെ ഒപ്പയത്ത് പാടിക്കലും അതായത് അദ്ദേഹം, അല്ലാണ്ട് പഠിപ്പിക്കാനായിട്ടില്ല. കളരി സമ്പ്രദായങ്ങളും ഇപ്പോൾ ഈ തോടയും പുറപ്പാടൊക്കെ ഇപ്പോൾ ആരാ പഠിപ്പിച്ചത്? തോടയും പുറപ്പാടും തുടങ്ങിയതൊക്കെ പുറപ്പാട് വരെ കെട്ടില്ല. നിങ്ങൾ ഈ പാട്ടുകാരെ അഭ്യസിപ്പിക്കുമ്പോൾ ആദ്യം എന്താ തുടങ്ങാറാം? അന്നൊന്നും കർണാടക സംഗീതത്തിൻ്റെ ഇല്ലല്ലോ. തോടയം, മുഖജാളം, സാപ്പാസ പാടും. അത് പാടും. സാപ്പാസ പാടിയിട്ട് പിന്നെ ഈ മുഖജാളം എന്നുള്ള തോടയത്തിനെ തുടങ്ങി. അതാണ് ആദ്യം. സാധകമൊക്കെ ചിലപ്പോൾ 2 മണിക്ക് വെപ്പാങ്കാലത്ത് 2 മണിക്ക് അവർ ഉറക്കണമെന്ന് അങ്ങോട്ട് വരികയായി. അങ്ങനെയൊക്കെയാണ്. അപ്പം കിടക്കാനും വഴുകും. ചിലപ്പോൾ 2 മണിയാവും. ചിലപ്പോൾ അവർ ഉണർന്ന് അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വരികയായി. 6:30 വരെയൊക്കെയാണ് സാധകം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ കുളി എന്തെങ്കിലും കഴിഞ്ഞാൽ കഞ്ഞി. അല്ല, ഈ ഭാഗവതർ വരുന്നതിന് മുമ്പേ ശങ്കര ഭാഗവതർ വരുന്നതിന് മുമ്പേ നിങ്ങൾ സാപ്പാസൊക്കെ പാടി സാപ്പാസാപ്പഴും പാടും. അത് അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ജണ്ടപരിശോ അങ്ങനെയുള്ള പിന്നെ തോടയത്തിൻ്റെ രാഗം പാടലായോ പഠിപ്പിക്കുകയോ? അതൊന്നുമില്ല. അദ്ദേഹം ഇവരാണ് ശിവരാമേശ്വരൻ പാടിയില്ല. അതുപോലെ നമ്മൾ പാടാൻ ശ്രമിക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ കാലത്തെ ഈ അഭ്യാസത്തിൽ ഇത്ര ഈ 3 മണിക്ക് നീട്ടാലേ അവർ 6:30 വരെ സരിഗമ പാടിക്കുന്നത് ഇതന്നെയാണ്. അത് ശരി. അദ്ദേഹത്തിനെ വെച്ചാൽ ഒരു 1000 പ്രാവശ്യം പറഞ്ഞാലും മടുക്കില്ല. അങ്ങനെ ആളാണ് ശിവരാമേശ്വരൻ. ഞാൻ ഇതുപോലെ എനിക്ക് ക്ലാസ് കഴിഞ്ഞ് അതാ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പാടിയത് ഏതോ ഒരു ഭാഗം ബലഹരി മറ്റേ താമസപ്പെടുത്തിയേക്കാം അതാണ്ടായി. അപ്പോൾ അദ്ദേഹം പാടുന്ന പോലെ എങ്ങനെയായാലും എനിക്ക് വരുന്നില്ല. അതുപോലെ ആവില്ല. പിന്നെ അതന്നെ പാടാൻ പറയും. ഒടുക്കം അദ്ദേഹത്തിന് എനിക്കങ്ങനെ സങ്കടവും ഒക്കെ കൂടി വന്നില്ല. അദ്ദേഹം പാടുന്ന പോലെ ഗോഷ്ഠിയായിട്ട് എന്തോ കാണിച്ചു പാടി. അപ്പം കൈയോണ്ട് കീഴി പിടിച്ച് പുറത്തേക്ക് തലയിട്ട് താത്തി പുറത്തേക്ക് അങ്ങനെ അടി. ആ ഒരാഴ്ച തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം അടിച്ചിരുന്നില്ല. നീങ്ങില്ല, ക്ലാസ് നീങ്ങില്ല. അതാ ബുദ്ധിമുട്ട്. അല്ല, അപ്പോൾ കർണാടക സംഗീതത്തിലുള്ള ഈ കഥകളി സംഗീതത്തിൻ്റെ ശിക്ഷണ രീതിയിൽ ഒരു പുതിയൊരു അധ്യായം തന്നെയാണ് കലാമണ്ഡലത്തിൽ. ആദ്യം ഈ കർണാടക സംഗീതത്തിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്നുള്ളൊരു നമ്പീശാൻ്റെ ഒരു നിർദ്ദേശമാണല്ലോ. അതായത് കലാമണ്ഡല ചരിത്രത്തിലൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ. അതെനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട്. ആദ്യം വന്നത് ഈ സങ്കരവാല അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കഥകളി സംഗീതമായിട്ട് മഹാ വെറുപ്പാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്നാൽ മിക്കവാറും ഇതിനെ പറ്റിയുള്ള വിമർശനത്തിന് സമയമുള്ളൂ. ഞങ്ങൾക്ക് ആ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് ഈ കർണാടക സംഗീതത്തിൻ്റെ ഇറങ്ങാനും സാധിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഈ തോടയും പുറപ്പാടും പിന്നെ മേളപ്പദം ആണല്ലോ. അപ്പോൾ ഈ 3 ശിവരാമൻ നായരാശാൻ തന്നെയാണോ അതോ നമ്പിശേഷാൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിൽ? പുറപ്പാട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് നമ്പിശേഷാൻ ഉണ്ടായിരുന്നില്ല. ഇത് ഈ അത് കഴിയുമ്പോൾ ചെറിയ പദങ്ങൾ താമസക്കുളത്തിലേക്കാണോ അത് അങ്ങനെയുള്ള ചില പദങ്ങൾ ശിവദാസൻ പഠിപ്പിക്കും. അത് അന്ന് ഈ താളം എന്നതാണെന്നൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ പറഞ്ഞെന്ന് പഠിപ്പ് കാണിച്ചു തരുന്നുള്ളൂ. അത് പറയും ഒന്നുമില്ല, കാണിച്ചു തരൂ. അല്ല, അപ്പോൾ ചമ്പട 32 ലക്ഷകാലം എന്നുള്ള അതൊന്നും പറഞ്ഞില്ല. അതൊന്നും പറയാ കാണിച്ചു തന്ന് പഠിച്ചങ്ങട് അത് അനുകരിച്ചങ്ങട് പഠിക്കുക. അല്ലാണ്ട് വേറെ വിശദീകരിച്ചിട്ടൊന്നും പാടില്ല. ഒന്നുമില്ല. ഇപ്പോൾ ചെമ്പടയ്ക്ക് 8 അക്ഷരമാണ് അല്ലെങ്കിൽ 16ആണ് 32, അത് പറയൊന്നുമില്ല. അവർ പഠിച്ച് കാണിക്കുക. അതുപോലെ നമ്മളങ്ങനെ ചെയ്യുക. അത് നമ്മളെ അനുകരിക്കുക. അത്രേ ഉള്ളൂ. അവിടെ അങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വരില്ലേ. പിന്നെ അല്ല, അപ്പോൾ ഈ വേഷക്കാർക്ക് അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ വേഷക്കാർക്ക് താളം ആദ്യം ഈ ഞങ്ങളുടെ കാൽസാദത്ത് നിന്ന് തുടങ്ങുകയാണല്ലോ അതിൻ്റെ ഒരു ശീലം. അപ്പോൾ ഈ ചെമ്പട അത് എന്നുള്ളത്, അതുപോലെ അതിൻ്റെ 1-ാം കാലം 2-ാം കാലം 3-ാം കാലം, അതുപോലെ തോടയത്തിൽ ഇപ്പോൾ അതൊക്കെ വരുന്നുണ്ടല്ലോ. ഈ താളങ്ങളൊക്കെയും തന്നെ അതിൻ്റെ പേര് പറഞ്ഞ്
അതിൻ്റെ രീതികളൊക്കെ പഠിപ്പിക്കുന്ന വേഷക്കാരി പഠിപ്പിക്കുന്ന സമ്പ്രദായം അന്ന് പോലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അല്ലേ? ഇപ്പം കിടന്ന പിടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് വായ്ത്താരി പറയാ പാമട്ടായിട്ടുണ്ട്. ഇപ്പോൾ കിടന്ന ചെയ്താം ഇല്ലേ ദാം 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 പിന്നെ പിന്നെ എന്താ എന്തൊക്കെ അതെ, അതിനൊരു ലേശം വ്യത്യാസമുണ്ട്. ഞങ്ങളിപ്പോൾ ഈ കുട്ടികളൊക്കെ ഞാനിപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ മനസ്സിലാവാൻ വേണ്ടി ദാം 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 ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക പതിവ്. അതിൻ്റെ വായതായി ഇതാണോ അതോ മറ്റതാണോ ഏതാണോ ശരിയെന്ന് എനിക്ക് നിശ്ചയില്ല. അതൊക്കെ ഏറ്റവും ഒരു കൗതുക കാര്യത്തിലോ ഈ കൃഷ്ണൻകുട്ടി നമ്പീശനെ ഇതൊക്കെ എഴുതിണ്ടാക്കുന്ന കൃഷ്ണൻകുട്ടി നമ്പീശൻ ഈ ദപ്പ മാടമ്പീശൻ പറഞ്ഞ പോലെയുള്ള തോടയം മുതൽക്കൊണ്ട് നോട്ടേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഇല്ല ആ കാലത്ത് തന്നെ. അപ്പോൾ എങ്ങനെയാണിപ്പോൾ ദാം 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 എന്നാണ് വേഷക്കാർ പറയുക. അവിടെ ആ അടിക്കനുസരിച്ചുള്ള ശബ്ദം പറഞ്ഞുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന രീതി. മറ്റേതിപ്പോൾ ഈ വേഷക്കാരെ പഠിപ്പിക്കുമ്പോൾ തോടയത്തിനെ ആശ്രയിച്ചിട്ടാണല്ലോ ഈ ഹൃദയം തുടങ്ങുന്നതിലാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചെറിയൊരു മാറ്റങ്ങൾ. അപ്പോൾ ഈ ശിവരാമൻ നായരാശാൻ തന്നെയാണ് ഈ തോടയും പുറപ്പാടും ഉറപ്പിച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ് നമ്പീശാശാൻ ഈ മേളപ്പഴം പോലെ കൊണ്ട് ആശാൻ വരും. അപ്പം ഈ കഥ ഈ തോന്നിക്കലുണ്ടല്ലോ അതിന് മുമ്പേ അല്ലേ ആളോ പറയുക കഥ തോന്നിക്കുക ആളോ പറയുക. അപ്പോൾ അതിൽ ഈ ആദ്യത്തെ ഏത് കഥ ആദ്യം തുടങ്ങുക? കൃമീരവധം തന്നെ. അപ്പോൾ കൃമീരവധം കഥ അത് തോന്നിക്കലാണ് ആദ്യത്തെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അളവായിരുന്നു അതൊക്കെ ആ തുടക്കം തന്നെ ഉണ്ടായിരുന്നു ബാലകൾക്ക്. അപ്പോൾ ആ കാമ്പോജി രാഗം പാടിപ്പിക്കും. പിന്നെ കാമ്പോജി ആണല്ലോ കാമോദരി എന്നാണല്ലോ ടെക്സ്റ്റിലൊക്കെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതൊന്നുമില്ല കാമ്പോജിയാണോ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച ഓർമ്മയില്ല. അതെ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടി ചേർത്ത് പറയാം. എന്താ അറിയോ, അതായത് ഇപ്പോൾ ഈ ക്രിമീരവം ധർമ്മപുത്ര ആദ്യത്തെ അതാണല്ലോ ആദ്യം പഠിപ്പിക്കണത്, ആദ്യം ഒരു കഥ തോന്നിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ഈ കാമ്പോജി രാഗം, ഈ രാഗം ഇവർ ക്ലാസ് ആ മറ്റേ ഹാളിൻ്റെ തെക്കേ ഭാഗത്ത് ഒരു ഉയർന്ന സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് ആണ് വേഷക്കാരുടെ ക്ലാസ്. അപ്പം ഞങ്ങളുടെ ക്ലാസ് നിശബ്ദമാണ്, പാട്ടുകാരുടെ ശബ്ദം അവിടെ പാട്ടാണല്ലോ. അപ്പം ഈ കാമ്പോജി രാഗം കേട്ട് 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 നമുക്ക് അതിൻ്റെ ഒരു ശീലം നമ്മുടെ ചെവിയിൽ അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാക്കിയുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ വേഷക്കാർ ക്രിമീരവധം പഠിക്കുമ്പോഴേക്ക് ദിവസം കുറച്ച് കഴിയണല്ലോ. പാട്ടുകാർ ആദ്യം തുടങ്ങണു, വേഷക്കാർ പിന്നെ കുട്ടിത്തരം വേഷങ്ങളൊക്കെ പഠിച്ച് പിന്നെയാണല്ലോ ഇപ്പോൾ ഈ ധർമ്മപുത്രയ്ക്കൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ. പക്ഷെ അതിൻ്റെ മുമ്പേ തന്നെ ഈ രാഗം കേട്ടിട്ട് ഒരു വല്ലാത്തൊരനുഭവം ഞങ്ങളുടെ മനസ്സിലായിരുന്നു. അപ്പോൾ അതിൽ പിന്നീടാണ് അത് കരുണത്തിൻ്റെ ആണെന്നൊക്കെ പിന്നീടുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ആ ഒരു അനുഭവം വെളിച്ചാവൻ കാലത്ത് അതിങ്ങനെ ആവർത്തിച്ച് ചെല്ലിച്ച് ഓരോ ആ കുനിപ്പുകൾ ഇങ്ങനെ അതിങ്ങനെ അനുകരിക്കാനേ അവർ ചെയ്യണത്. വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും സ്വരം എന്നതാണെന്ന് പറഞ്ഞ ശീലമില്ല. അപ്പോൾ ആ ഒരു രീതി അങ്ങനെ അങ്ങോട്ട് സ്വാംശീകരിച്ച് അതൊരു കഥകളി സംഗീതത്തിൻ്റെ ആദ്യകാലത്തെ ഒരു പ്രത്യേകിച്ചും ആദ്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ കലാമണ്ഡലത്തിലെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് വല്ലാണ്ട് തോന്നിയിട്ടുള്ളത്. അതിലും അദ്ദേഹം ശിവരാമനെ കഥകളിക്ക് പാടാൻ വരാമെങ്കിൽ തന്നെ അവസാനത്തെ കഷ്ടം ഏതെങ്കിലും പതിപ്പിനാണ് വരിക. അപ്പം അതുവരെയൊക്കെ എവിടെയെങ്കിലും അണിയറയിൽ എവിടെയെങ്കിലും ബുക്കിൽ പോയി മുറുക്കാനൊക്കെ ഉണ്ട് ഒരു കടലാസ് പോയി അത് ഇങ്ങോട്ട് കാണാതെ കൊണ്ടല്ല ആ മുക്കിലേക്ക് തിരിഞ്ഞ് നിന്ന് ആരും കാണാണ്ട് അങ്ങനെയാണ് ഈ കലാശം കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ പാടിയത് നാശന്മാരൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇതേ വരേണ്ടത് നമ്മൾക്കത് വന്നില്ലെങ്കിൽ എന്താ വേണ്ടത് ശരി പ്രസക്തിയൊന്നും ആയിട്ടുമില്ല.
നാലരട്ടിയുടെ അവസാനത്തെ അടിയിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞാൽ വലിയ ഈ പാട്ട് ചെയ്യും, വേറൊന്നുമില്ല. നമുക്ക് ആകെ പരിഭ്രമമാവും. ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ശരി, അത് വരെ അവിടെ ഇരിക്കും. അവസാനത്തെ ആ നാലരട്ടി കഴിഞ്ഞ് അവസാനിക്കാൻ പോകുന്ന അവസാനത്തെ അടിയിട്ട് കഴിയുമ്പോഴേക്കും ഇദ്ദേഹം വരും, ചേങ്ങലെടുത്ത് തുടർന്നാൽ പാടിച്ചു. ഒരു പ്രശ്നമില്ല അവിടെ. ശ്രുതി നോക്കും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പ്രത്യേകതകൾ. പിന്നെ ഈ മറ്റേ ഇപ്പം തോടയം പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ ഇപ്പോൾ ചെമ്പടയിൽ എവിടെയാണ് വട്ടം തെറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് വേഷക്കാർക്ക് അതൊന്നും അറിയില്ല, എവിടെയാണ് വട്ടം തെറ്റുകയെന്ന് നമ്മൾ മനസ്സിലാവില്ല. നമുക്ക് ആ വായ്ത്താരി ആണ്. അപ്പോൾ തീ തീ തെയ്യം എന്നുള്ളത് നിങ്ങൾ ഈ അടിയിലാന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കാലി വെക്കുന്നതിൻ്റെ ഒപ്പമാണ് നമ്മൾ ആ വായ്ത്താരി തുടങ്ങുക അതിൽ. അതാണ് ഞങ്ങളുടെ സൂചന. അല്ലാണ്ട് ഇന്നെ അടിയുമെന്ന് സൂചന പലപ്പോഴും സംഭവിക്കണം. എന്താ വെച്ചെങ്കിൽ ഈ വേഷക്കാർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്തെ ആ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് നല്ല പ്രശ്നമാണ്. കാരണം ഇതെവിടെയാണ് തുടങ്ങുക എന്ന് മനസ്സിലാവില്ല. പാട്ടുകാർ പട്ടം തട്ടിയാൽ നമ്മൾ എടുക്കും, പക്ഷേ നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഇതെവിടെയാണ് എന്നുള്ളത് പഠിക്കാൻ കുറേ കാലം കഴിയും. കാരണം അത് ആ ഒരു രീതിയിലാണ് അതിൻ്റെ പഠനത്തിൻ്റെ ഒരു ഇത് മറ്റേ രീതി വെച്ചാൽ അനുകരിക്കുക മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് വിശദീകരണമേ ഇല്ല. അങ്ങനെയാണ് ഒരു കാലഘട്ടം. പിന്നെ ഈ കഥകളിപ്പോൾ സാധാരണ നിങ്ങൾ കളരിയിൽ ഇങ്ങനെ നിങ്ങളെ പാട്ട് കളരിയിൽ അങ്ങനെ ഏതെല്ലാം കഥകളാണ് അങ്ങനെ അടിച്ചുറപ്പിക്കുക? കഥാഭാഗോ ക്രിമിരോധം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിപ്പോൾ പാട്ടുണ്ടായിരുന്നത് ഈ നളചരിതം, മാംഗചരിതം, പുഴചരിതം, അങ്ങനെ അത്രയേ ഉള്ളൂ. എല്ലാ കഥയും പാടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ശ്രീരാമനാരായണനെ ഈ താപസകുല ബാലയവരിയുടെ ഒക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളെങ്ങനെ പഠിപ്പിക്കുന്നത്? താപസകുല താപസ അങ്ങനെ സമ്പ്രദായം പുതിയ വഴി ഒട്ടും സ്വീകരിക്കാതെ അതൊക്കെ ഇങ്ങനെ ചെല്ലി പഠിപ്പിച്ച് തന്നെയാണ്. അതെ, അതിൽ അത് തന്നെ ഉള്ളൂ. കാലകേവസൊന്നും അങ്ങനെ കളരിയിൽ ചെല്ലി പഠിപ്പിക്കാറില്ലേ നിങ്ങൾ? അല്ല, കളരിയിൽ ചൊല്ലിയാട്ടത്തിനാവും, പക്ഷേ ഈ പാട്ടുകാർക്ക് മാത്രം ഉള്ള കളരിയിൽ ഈ കഥകളൊന്നും ഈ ക്രിമിനീകരണം കഴിഞ്ഞാൽ പിന്നെ ഏതാ ഒരു അങ്ങനെ നിയമമില്ല. പിന്നെ ക്രിമിനീകരണം അടിസ്ഥാനമാക്കി പഠിച്ചാൽ പിന്നെ ഏതെങ്കിലും കഥകൾ ചൊല്ലിയാട്ടത്തിനങ്ങോട്ട് അത്രയും പാട് കൂടെ. അപ്പോൾ കാലകേവസം അതൊക്കെ ചൊല്ലിയാടത്ത് കൂടുതലുള്ളൂ. അത്രേ ഉള്ളൂ. ഇരുത്തി പാടിക്കുന്ന ഈ നളചരിതങ്ങളോ മാംഗചരിതമോ കുഴലോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ എല്ലാത്തിലും മറ്റേ ഈ ക്രിമിനീകരണം പഠിച്ചാലേ എല്ലാ കാര്യങ്ങളും മിക്കവാറും അതിൽ വരും. പിന്നെ ഈ അക്ഷരം തോന്നിക്കുക, മറ്റാൾ പാടിയപ്പോൾ പാടുക, അത്രയും വേണ്ടേ. അല്ല, ഈ എല്ലാ കഥയും ഇടിച്ച് പാടിക്കുന്നില്ല. ഒരു സമ്പ്രദായം ഇല്ലല്ലോ. അല്ല, അതിൻ്റെ ആവശ്യവും വരില്ല. കാരണം തോടയം പഠിക്കുമ്പോഴൊക്കെ ഒരുവിധം താളങ്ങൾ എവിടെയാണ് ഒരു ചെമ്പയിൽ വട്ടം തട്ടേണ്ടത്, എവിടെയാണ് അടന്തയിൽ വട്ടം തട്ടേണ്ടതൊക്കെ അതിൽ പിടിക്കുമല്ലോ. പുറപ്പാട് കുറച്ചുകൂടിയും ഇതാണ് ഇത്രയുള്ളൂ. അപ്പോൾ ആ നിലയ്ക്കുള്ള പഠനമൊന്നും പിന്നെ ആവശ്യമില്ല. പിന്നെയൊക്കെ കഥ തോന്നിക്കുക, ചൊല്ലിയാട്ടക്കളരിൽ വരിക, ചൊല്ലിയാട്ടത്തിൽ കൂടുക, അങ്ങനെ ആ പരിചയത്തിലും പിന്നെ അരങ്ങത്തെ പരിചയത്തിലും കൂടി. നളചരിതം മാത്രം അങ്ങനെ പ്രത്യേകം ചൊല്ലിച്ചേർന്നില്ലേ? ഒന്നാം ദിവസം അവസാനത്തെ വരാൻ വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബാലയ സൽഗുണശീലെ അങ്ങനെ ബാലയ സൽഗുണശീല പ്രസംഗങ്ങളുണ്ട്. അവസാനം സരസ്വതിയുടെ അവരൊക്കെ കൂടിയിട്ട് അത് കഴിയുന്നവരെ ചൊല്ലിച്ചേർന്നു. മൂന്നാം ദിവസം രണ്ടാം ദിവസം മുഴുവൻ ചൊല്ലിച്ച് ഉണ്ടായില്ല. ഗംഗാരേട്ടനെ മുഴുവൻ അങ്ങനെ നമ്പിയാശാനെ വീട്ടിൽ വരുത്തി പഠിപ്പിക്കുക അങ്ങനെ ഉണ്ടായില്ലേ? ആ കാലത്തുണ്ടായിട്ടുണ്ടല്ലോ. വൈകുന്നേരത്തെ അല്ലെങ്കിൽ കൂടെ രാമകൃഷ്ണനാശം കുറേ നസ്യം പറയലും പോലെ ഒക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അവർ തമ്മിലുള്ള ചെറിയൊരു അതിലൊരു വന്ന് വാർഡൻ്റെ സംഭവം കിട്ടിയാലേ പുറത്തിറക്കാൻ പറ്റും. അല്ല, അത് എനിക്ക് അനുഭവം നല്ലോണം ഉണ്ട്. ഇവിടെ സുബ്രഹ്മണ്യയിൽ സെക്രട്ടറി ആയിരുന്ന സ്ഥലത്ത് ആർക്കും ഒരു വിശിഷ്ടാതിഥിക്ക് വേണ്ടി കുറച്ച് കളി ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കളി കഴിയണം. അത് മതിശാശാനും രാമകൃഷ്ണനും അവരൊക്കെ കൂടി അവർ തന്നെയാണ് രമണാസുരോസം. അപ്പം ഈ സമയം പാകം എത്താൻ വേണ്ടി നമ്പിശാശാൻ സുഖമോ ജീവിതത്തിൽ അവസാനത്തെ ചെല്ലിയില്ല.
പുത്രയുടെ പരാക്രമമൊന്നും തെറ്റിയില്ല. ആ അത് അവിടെ തേങ്ങയോടെ വെച്ച് അണിയയിലേക്ക് പോയി. രാമകൃഷ്ണൻ പിതാക്കങ്ങൾ ചെയ്തു നിന്നു. അപ്പോൾ അശ്വതിബോസാണ് കൂട്ടുള്ളത്, വേറെ ആരോ മാത്രമേ. ഞങ്ങൾക്ക് പറയും കാണിക്കുന്നുണ്ട്. അപ്പം എന്താ വേണ്ടത് ശരിയായിട്ടേ നമ്പിശാസൻ. അപ്പോൾ ഞങ്ങൾ നിർബന്ധിതനായി പാടി, അങ്ങനെ പാടി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അണിയറെ ചെന്നപ്പോഴും ഞാൻ തേങ്ങ പോയതിക്ക് തയ്ക്കെന്താ പാടാനുള്ള അധികാരം ചെയ്ത്. അത് അവർ തമ്മിലുള്ള തിരക്കാണ്. കഷ്ടപ്പെട്ടത് നമ്മളെ മാത്രം. കുറേ കാലം എന്തായാലും ഒരു മാടമ്പിയെ സംബന്ധിച്ചിടത്തോളം മാടമ്പിയുടെ ഈ കലാജീവിതത്തിൽ 10-60 കൊല്ലത്തെ കാലം ഇതിൽ ഈ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ആ സ്ഥിതി വളരെ കൃത്യമായിട്ട് അത് വീക്ഷിച്ചുകൊണ്ടും അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടും അങ്ങനെ ഈ കലാരംഗത്ത് നിന്ന് തൻ്റേതായിട്ടുള്ള ഒരു ഇടം കിട്ടിയിട്ടുള്ള ഒരാളാണ് മാടമ്പി എന്നുള്ളത് പൊതുവെ ഒരു അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ പണ്ട് നമ്മൾ മദ്രാസിൽ ഒരു ഇതിന് പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് മാടമ്പ്യാസം തന്നെ വേണം എന്ന് പറഞ്ഞ് മാടമ്പി വന്നു. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ശുദ്ധമായിട്ടുള്ള കഥകളി സംഗീതത്തിൻ്റെ സംശുദ്ധി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം, അത് തൻ്റേതായിട്ടുള്ള ഒരു ശീലം കൊണ്ടായിരിക്കാതായാലും. അപ്പോൾ ആ കാലത്ത് പഠിച്ചിരുന്ന അല്ലെങ്കിൽ തോടയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാടമ്പി ഒന്ന് മുളാൻ വയ്ക്കുമോ? ഇപ്പോഴത്തെ നിലയ്ക്ക് ഇപ്പോഴത്തെ നിലയ്ക്കെന്ന് പ്രത്യേകം പറയുക. ഞാൻ ആദ്യം ഉണ്ണീഷോട് പറഞ്ഞതിന് തന്നെ പാടാൻ നിർബന്ധിക്കരുത് പറഞ്ഞു. അവർ ശ്വാസം കണ്ടായിരുന്നു പാട്ട് പോകുമ്പോഴേ. അല്ല സ്ട്രെയിൻ എടുക്കാച്ചാലും വേണ്ട. അല്ല ഞാനൊരു മാതൃക എന്നുള്ളതിലേക്ക് വല്ലതും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു. ഇപ്പോൾ ഭജനോത്സവമൊക്കെ ചെല്ലുമ്പോഴേ ആനന്ദ ഇങ്ങനെയാണ് ശിവദാസൻ്റെ മലയാളം കാബോയി മുഴുവൻ അതിൽ വരണമെന്ന് അദ്ദേഹം വിചാരിക്കുന്ന സമ്പ്രദായമാണ്. അതുപോലെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അത് വളരെ സൂക്ഷ്മമുണ്ടോ ഈ ഒരു എങ്ങനെയാണ് ഈ കഥകളി സംഗീതം പതുക്കെ കൊണ്ട് ആധുനിക കർണാടക സംഗീതത്തിൻ്റെ തലത്തിലേക്ക് ഇങ്ങനെ വളർച്ചയുണ്ടല്ലോ. അതിപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പം എന്താ പുണ്യകൃഷ്ണക്കുറുപ്പിൻ്റെ ആ കേശാധിപാതം ഉണ്ടല്ലോ, നമ്മൾ യൂട്യൂബിലുണ്ടല്ലോ. ഇപ്പോൾ ആ ഉണ്ണികൃഷ്ണക്കുറുപ്പ് അത് പാടുന്ന ഒരു രാഗമാലികയായിട്ടാണ് പാടിയിട്ടുള്ളത്. അതിലത്തെ പലത് കേട്ടാൽ കുറുപ്പന്മാർ പാടുന്നൊരു ശൈലി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ശൈലിയിൽ കൂടി ഉണ്ണികൃഷ്ണക്കുറുപ്പ് തൻ്റെ നടന്നു വന്നിട്ട് ഈ കഥകളി സംഗീതത്തിലെത്തിയപ്പോൾ അപ്പോഴും അതിൻ്റെ സ്വാദ് ഇതിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ അത് ഈ കുറുപ്പാശാൻ്റെ മാത്രമായിട്ടുള്ള എനിക്കത് കേൾക്കുമ്പോൾ ഒക്കെ തോന്നിയിട്ടുള്ളതാണ്. അതിൽ അവസാനത്തെ അവസാനത്തെ സാറ് പാടാറുള്ള അവസാനം പാടുമ്പോൾ ഏത് രാഗം പാടുക? പുറനീരല്ലാണ്ട് ഭൂപാളം പുറനീരും അല്ലാണ്ട് വേറൊരു രംഗം പാടല്ലേ? ഏതായാലും അതൊക്കെയും ആ തരത്തിൽ തോന്നാറുണ്ട്. പറയാം ഇപ്പോൾ മാടമ്പി ഇപ്പോൾ പാടിയപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ എന്താ പറയണ്ടേ, ഇതിപ്പോഴേ മാടമ്പി പാടിയിട്ടുള്ള ഒരുപാട് പഴയ പാട്ടുകൾ ഇവിടെ കണക്കുണ്ട്. അതൊക്കെ അതിൽ നിന്നൊന്നും ഒരു മാറ്റം വരാണ്ട് എപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ഇത് പാടുമ്പോൾ. പിന്നെ ആ കാലത്തെ ഇവിടെ മറ്റുള്ള വിഭാഗങ്ങൾ ആരൊക്കെ ആയിരുന്നു ഇവിടുത്തെ അധ്യാപകന്മാർ? മദ്രാസിന് അപൂർവദാസ നമ്പിഷ്ണൻകുട്ടി നാരായണ വയ്യട അന്തരിച്ച അദ്ദേഹം. പിന്നെ വേഷത്തിനാച്ചാൽ രാമകൃഷ്ണൻ പ്രധാനശാനം. പിന്നെ ഗോപിയേട്ടൻ എന്നാണ് പറഞ്ഞ് ശരി, അതിനേക്കാൾ 2-3 വയസ്സ് അങ്ങനെ അദ്ദേഹം അത്രയ്ക്കുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ അപ്പൂട്ടിപ്രധാനശാന ഒരു പ്രത്യേകതയുണ്ട്, അടിക്കുന്നല്ല ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ആ ശ്രവണം പറയാൻ കൊട്ടുന്നത് അതുമ്പിൽ എഴുതിയിട്ട് ഒരു കടലാസുമ്പിൽ എഴുതി ഭൃംഗി റെഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത് എല്ലാ കളരിയിലേക്കും മുമ്പിൽ പോയി
ചോദിക്കുന്നത്. അപ്പോൾ അവരോട് ഇതെന്താ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്. പിന്നെ മേളപ്പായത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ പ്രാവശ്യം അത് ആശന്മാരൊക്കെ ഉണ്ടാവും കൂടെ. ഈ ശരിക്കും ചെയ്യാൻ വേണ്ടി അവർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പുറത്താണ് നമുക്ക് പരിഭവമായിട്ട് നേരെയാവില്ല. ഇവിടെ ഒരു ചായ കൊടുക്കണ ഒരു ഷീറ്റ് കൊടുത്തൊരു ചായ. അപ്പോൾ കക്ഷിച്ചങ്ങനെ തെറ്റാണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വക ഷീറ്റ് കൊടുത്ത് ചായ. പിന്നെ അത് തെറ്റിയാൽ അപ്പോൾ ഇപ്പം ഞാൻ തന്നതൊക്കെ ഇവിടെ ഛർദ്ദിക്കണം, ആ തന്ന സാധനം, ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം. അടിക്കുന്ന രാശിയും കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ അച്ഛൻ പ്രാവശ്യമൊക്കെ പിന്നെ അടി ഹോണം ഉണ്ടായിരുന്നു. അല്ല ഈ കൃഷ്ണൻകുട്ടി പ്രാവശ്യം ഇവിടെ കഴിച്ചപ്പോൾ ആദ്യം വന്നു. അവിടെ 60കളിലൊക്കെ കൃഷ്ണപിള്ളാശം നമ്മൾ ചേർന്നിട്ടുള്ളൂ. ആദ്യത്തെ രണ്ടാമത്തെ വരവേ. അപ്പോൾ നമ്മൾ വരുന്ന കാലത്തൊന്നും ഇപ്പോൾ അച്ഛൻ പിള്ളാശൻ തന്നെയല്ലോ. അച്ഛൻ പിള്ളാശൻ മറ്റേ കുട്ടി പിള്ളാശൻ, പിന്നെ പാട്ടിന് വിശാശനും ശിവരാമൻ, കളയിലേക്ക് മാസം പഠിക്കാശൻ, പിന്നെ ഗംഗാരസനൊക്കെ അപ്പോഴേക്ക് കുറച്ച് പാടാറായി പഠിക്കായിരുന്നു. ഞാൻ വന്നപ്പോഴേക്ക് സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നേ. ഞാൻ 57-ലാണ് വന്നത്. പിന്നെ ഈ ഇപ്പോൾ നമ്മൾ കോട്ടയം കഥകൾ നമ്മൾ പറയുമ്പോൾ കോട്ടയത്തിൻ്റെ ചിട്ടകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചില വ്യവസ്ഥകൾ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് കഥകളിയുടെ ഏറ്റവും വലിയ 4 മഹാസ്തംഭങ്ങളായിട്ട് നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ ആ കോട്ടയം കഥകളെ. അതിന് ഇന്ന രാഗങ്ങൾ ഇന്നെന്താണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊക്കെ പിന്നെ രാഗം മാറുന്ന രീതിയിൽ പ്രയോഗിക്കാൻ എപ്പോഴാണ് തുടങ്ങിയിട്ടില്ല ഇങ്ങനെ പലതിലും. കോട്ടയങ്ങളിൽ മാത്രമല്ല ഞാൻ പറഞ്ഞ മറ്റുള്ള രീതികൾക്കൊക്കെ ഈ സെക്കൻഡിക്കൊക്കെ കുട്ടപ്പക്കുറപ്പ് രാഗം മാറ്റി അത് ശരി ക്ലാസിക്കലായിട്ട് നല്ലോണം ഫീലുണ്ട്. അപ്പോൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം രാഗങ്ങളൊക്കെ മാറ്റി പാടിയിരുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കട്ടിച്ച് ആസ്വദിക്കാറായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ വയ്യാണ്ടായിരുന്നു പാട്ട്. മറ്റൊരു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കഥകളി വെക്കും, ആ കഥ ഇന്ന കഥ വയ്ക്കും. അത് നേരെ വിപരീതമായിട്ട് ഒരു കഷ്ടം കുറുപ്പാശാൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ പറയേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നടപടി വിഷയം കൊണ്ടേ. ആദ്യം പിറകാണ് ഈ രാഗം മാറ്റം പ്രധാനം ഉണ്ടായിരുന്നത് തോന്നും. അതിനുശേഷം ആയിരുന്നു പിന്നെ ഈ കുറച്ചധികം അപ്പോൾ ഈ കച്ചവട മനസ്ഥിതി പോലെ ആയോന്നിച്ചല്ല അത് കൂടിയില്ലേ. ഒരാൾ ചെയ്ത പോലെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അവസരം ഇല്ലാണ്ടാവുക. അപ്പോൾ അവർ അന്വേഷിച്ച് പിടിച്ച് പുതിയതിലേക്ക് കൊണ്ടുപോയത്. പുതിയത് കൊണ്ടുവന്നത് വിഷമം നന്നാ ഞാൻ ഇരുന്ന് പാടാനേ പറ്റുന്നത്. രംഗത്ത് ചെയ്യുമ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളും ആസ്വാദകർക്ക് ഇഷ്ടം പോലെ ആക്കിയാൽ ഇതില്ലാണ്ടേ പോവും. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പില്ലാണ്ടേ പോകുന്നു. അല്ല ഇപ്പോൾ രാഗംപാട്ടിലൊക്കെ ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള അതുപോലെ ഓരോന്നിനും ഓരോ സമ്പ്രദായം വെച്ചിട്ട് ആ സമ്പ്രദായത്തിന് വിട്ടാൽ ഇതെന്താ ശരിയല്ല, ഇതിങ്ങനെ അല്ലല്ലോ ഇങ്ങനെയല്ലോ. ഇപ്പോൾ ബാലേ എന്നുള്ള ബാലേ ഇത് പാടിയ നന്നോ കേൾക്കാൻ നന്നല്ല. എനിക്ക് അല്ല അതിൻ്റേതാവില്ല നടത്തും, വേറെ ഒന്നായിട്ട് മാറും. ഓരോന്നും കാണുമ്പോഴും ഭ്രമിച്ച് ചെയ്യുമ്പോൾ ഈ അടിസ്ഥാനം പോകുന്നുണ്ടോന്നും ആരും നോക്കണില്ല. അതാണ് ഇവിടെ ഇപ്പം ഈ പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു കച്ചവട മനസ്ഥിതി പറയേണ്ട ഞാൻ. ഒരാൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അയാൾ വേറൊന്ന് പുതിയതായിട്ട് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അതിലൊക്കെ അടിഭാഗം ഇല്ലാതെ ആവണത്. അത് കച്ചേരിക്കൊക്കെ പാടുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പാടിക്കൂടെ. അല്ലാത്ത സമയത്ത് ഇത് മറക്കാണ്ട് കഴിയണമെന്നൊരു അഭ്യർത്ഥന. ഒരു ചെറിയൊരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത് ഈ പാട്ടായിട്ട് ബന്ധപ്പെട്ടതേ. അതായത് കൃഷ്ണപിള്ളാശൻ ഇവിടെ ചേർന്നിരിക്കണു. എന്നിട്ട് ഈ ബാലൻ ടാക്കീസിൽ മൂപ്പര് സ്ഥിര നിർമ്മാണം പോകും. ബാലൻ വരും. അതോ മുമ്പിലത്തെ തറ ടിക്കറ്റിലാണ് പിടിക്കുക. 4 അണ അന്ന് ഇതിൽ. അപ്പം അന്ന് ഒരു ദിവസം അദ്ദേഹം സിനിമ കണ്ട് പിറ്റേ ദിവസം വന്ന് കലാമണ്ഡലത്തിൽ വന്നപ്പോൾ ഈ പാട്ടുകാരെ കുട്ടികളൊക്കെ വിളിച്ചു വന്ന് ആരൊക്കെ വന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമ കാണുന്നൊരു ശീലം എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നിട്ട് ആദ്യം ചോദിക്കേണ്ടായി ഇന്നലത്തെ സിനിമ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചിലരൊക്കെ പറയും KPS ഉണ്ട് അവരുണ്ട്. എന്നിട്ട് ആശാൻ അതിൽ ആ പാട്ടൊന്ന് മൂളിയിട്ട് ഇത് ഏത് രാഗാന്ന് പറ്റുമെന്ന് ചോദിച്ചു.
ആര് കർണാടക സംഗീതം അല്പാൽപ്പം സിനിമാ സംഗീതത്തിലേക്ക് ഇങ്ങനെ സ്വാധീനം ചെലുത്തുന്നൊരു കാലഘട്ടമായിരുന്നു. അത് ദക്ഷിണാമൂർത്തിയൊക്കെയാണ് അന്ന് തുടങ്ങിയത്. എന്നിട്ട് അത് ആരോടോ അപ്പോൾ അന്ന് പാട്ടുകാരുടെ സിനിമ കാണാൻ പാടില്ല എന്നാണ്. ആർക്കും ഇവിടെ സിനിമ കാണാൻ പാടില്ല, മൂളിപ്പാട്ട് പാടാൻ അല്ലേ, അങ്ങനെയല്ലേ? ഹൈദരാബാദിൽ എന്തോ മൂളിപ്പാട്ട് പാടിയിട്ട് അല്ലേ, മൂളിപ്പാട്ട് പാട്ടി നടക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാലത്തിൻ്റെ ഒരു സംശയം. ഏതായാലും അപ്പോൾ രാഗം പാടുന്നതൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു, പാടാൻ പാടില്ല എന്നങ്ങനെ ഒരു ജനങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ മാറ്റി വെച്ചാലേ അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ശരിക്കും ഇല്ലാണ്ടേ കൊടുത്തുള്ളൂ. കേൾക്കാനൊക്കെ സുഖമൊക്കെ ഉണ്ടാവും. പുതിയ രാഗങ്ങളൊക്കെ വന്ന് ആ കഴിവുള്ള ആൾക്ക് പാടിയാൽ ശബ്ദം പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഇത് ഇങ്ങനെയാണോ വേണ്ടത്, പഴയതാ വേണ്ടത് സംശയം വരുന്നതേ. പിന്നെ അരങ്ങിൻ്റെ ഒരു കഥ ഉണ്ടല്ലോ നാടമ്പി. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ കളരിയുടെ കാര്യമൊക്കെ അതൊക്കെ പറഞ്ഞ ഈ അരങ്ങിൽ കൂടിയുള്ളൊരു അനുഭവം. ഇപ്പോൾ നാടമ്പി ഞങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളതും നിങ്ങൾ അനുഭവമൊക്കെ ഈ പാട്ടിന് പ്രാധാന്യമുള്ള കഥകൾ, ഇല്ലെങ്കിൽ മേളത്തിന് പ്രാധാന്യമുള്ള കഥകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ആസ്വാദകരുടെ ചില അഭിപ്രായങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ പെട്ടെന്നുള്ള പാട്ടിന് പ്രാധാന്യമുള്ളവരാണിപ്പോൾ ആളരുതം, ഇല്ലെങ്കിൽ മാങ്കേരിതം, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ മറ്റതൊക്കെ കോട്ടയം കഥകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കഥകളാണ്. അപ്പം മാടമ്പി എപ്പോഴും ഈ ഒട്ടും തന്നെ പിടിവാശിയില്ലാത്ത ആളാണല്ലോ. ഏതാ ചാവാം, എങ്ങനെ ചാവാം, ഏതാ ചാവാം എന്നുള്ളല്ലോ. അപ്പോൾ ഈ അരങ്ങിൻ്റെ ഒരു അനുഭവത്തിനെ കുറിച്ച് എന്തെങ്കിലും മാടമ്പിക്ക് ഓർമ്മിക്കാറുണ്ടോ? മാടമ്പിക്ക് അല്ല, അങ്ങനെ താനതിനെ മുറുക്കി പിടിച്ച് നിൽക്കണു. അതുകൊണ്ട് ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ എന്നെ പഠിപ്പിച്ചില്ല, ഗുരുനാഥൻ പഠിപ്പിച്ചില്ല ആ ഒരു ശൈലി നിലനിർത്തിക്കൊണ്ട് അതിൽ കൂടി തൻ്റെ ഒരു ഇടം കണ്ടെത്തിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാടമ്പിക്ക് ഈ അരങ്ങിലെ അനുഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? രാഗം പാടുന്നതും മാട്ടിലും അങ്ങനെ? എനിക്ക് സ്വതവേ ഇതിലൊന്നും അല്ല ഒരാളെ പോലെ മറ്റാളെ പോലെ ആവണം അങ്ങനെ ഭ്രമമൊന്നുമില്ല. പഠിപ്പിച്ചത് തെറ്റ് കൂടാണ്ട് ചെയ്യാൻ സാധിക്കുക. അത് അല്ലാണ്ട് വേറൊരാൾ വേറൊന്നും കണ്ടാൽ അതിലേക്ക് ചാടി പോകാൻ, അതല്ലാണ്ട് മറ്റൊരാൾക്ക് അങ്ങോട്ട് പോകാൻ, അതൊന്നും ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഏതാച്ചാവാം എന്നുള്ള നിലയ്ക്ക് പോയി ഉണ്ടായത്. അധികവും അങ്ങനെയുള്ള, പക്ഷെ പാടായല്ല, പക്ഷെ അധികവും മറ്റുള്ളവരതിന് അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഒട്ടും ആവശ്യമില്ല പറഞ്ഞൊരു സാധനം ഒരു 7 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ അത്യാവശ്യമായിട്ട് വരും ആ സാധനം. എന്നാൽ ആ സാധനം ഇപ്പോൾ എവിടെ? അങ്ങനെ പല അനുഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പം വന്നത്. പഴയത് ആർക്കും വേണ്ടാണ്ട് അപ്പം ഈ കുറച്ച് ദിവസം മുമ്പേ ആണല്ലോ അത് വേണം, മറ്റു വേണം, മാലയുടെ രംഗം വേണം, മറ്റേ രംഗം വേണം എന്നൊക്കെ പറഞ്ഞാൽ പഴയത് അപ്പോഴേ അതിൻ്റെ ആവശ്യം അറിയുള്ളൂ. അത് വളരെ ശരിയാണ്. ഇപ്പം ഈ സുഭദ്രാഹരണം എന്നൊരു കാലത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. അത് വളരെ ഈ അന്ന് ഇപ്പം ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് അന്ന് സുഭദ്രാഹരണമായിരുന്നു ഗോപേശൻ്റെ കാര്യം. അന്നൊക്കെ ഈ സുഭദ്രാഹരണ കളരിയിൽ പ്രധാനമാണ്. കളരിയിൽ ചെല്ലിയാടിക്കലും അതിനെ കുറച്ച് കുട്ടിത്തരക്കാർക്ക് മുതൽക്കൊണ്ട് ലക്ഷ്മി ബോസുവും കേട്ടാലും വയ്യനൊക്കെ ഉണ്ട്. പക്ഷെ അരങ്ങത്ത് വളരെ അപൂർവമായിട്ട് ആ കാലഘട്ടത്തിൽ കണ്ടുള്ളൂ. ഈ ഉണ്ടെങ്കിൽ തന്നെ ബലവർദ്ധന കൃഷ്ണൻ്റെ ഭാഗമോ അതേ ഉണ്ടാവുള്ളൂ. കോട്ടയ്ക്കത് പൊതുവേ തന്നെ കുറവായിരുന്നു. കല്യാണ സംബന്ധിക്കാനുള്ള കുറച്ചധികം ഉണ്ടാവുക. ഭഗവത് അവസാനം അങ്ങനെ അല്ലാണ്ട് പിന്നെ ഇതിനും കാലകേളായാലും സ്വർഗവർണ്ണ കഴിയുന്നവരെ പരമാവധി ഉണ്ടാവും. അതെനിക്ക് ഉണ്ടായിരുന്നില്ലേ സ്വർഗവർണ്ണ. പിന്നൊക്കെ അതിന് ശേഷമാണല്ലോ മറ്റേ ഭാഗമൊക്കെ ഉണ്ടായത്. പാണ്ഡവനൊരു മാടപ്പിക്കും PPS ഒക്കെ പാടെ കൂടി ചില കളരിപ്പേറ്റൊക്കെ നടത്തിയൊരു കാര്യങ്ങളല്ലേ ഇവിടെ. അത് ഈ കുട്ടികളുടെ അയാളൊക്കെ കുറച്ച് കളരി വശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഇവിടെ എന്തൊരു നാടകം എന്തുണ്ടായി. അപ്പോൾ കളരി പോയിട്ട് കത്തിക്കുത്ത് അപ്പോൾ ശരിക്കുള്ള കത്തിയല്ല, കടലാസ അട്ടിക്കടലാസ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പെയ്യിട്ടൊക്കെ എടുത്തിട്ട് അത് അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് വീടും. അയ്യോ അത് കത്തിയൊന്നല്ല, അത് വേറെ കടലാസോടെയാണ് ആൾക്കാർക്ക്. അങ്ങനത്തെ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ കളരിപ്പയറ്റിലൊരു രംഗം PPS മാളവി കൂടിയും ഈ അന്നൊരു വിദ്യാർത്ഥി സമാജമൊക്കെ ഉണ്ടായിരുന്നു, സാഹിത്യ സമാജത്തിൻ്റെയൊക്കെ ചില
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില്ലേ ഇയ്യങ്കോടെ കാര്യം ഇയ്യങ്കോടെ ഇയ്യങ്കോടിൻ്റെ രാമു പറഞ്ഞ ഒരാളുണ്ടോ പ്രൊഫസർക്കാരൻ രാമു തൃപ്പൂണിത്തുറ. അല്ല ഈ കെ ശേഖരൻ ഉള്ള കാലത്ത് തന്നെ ഇതില്ലേ ഈ കലാകം എന്നുള്ള ഈ മാസികയൊക്കെ കെ ശേഖരൻ ഉള്ള കാലത്ത് തന്നെ ഈ മാസികയൊക്കെ തുടങ്ങിയില്ലേ? പിന്നെയല്ലേ ശ്രീധരൻ്റെ അല്ലേ ആ കാലത്ത് തന്നെ ഒരു മൂപ്പര് കുറച്ച് കവിതയ്ക്കുള്ള ആളെ വള്ളത്തോളായിട്ടുള്ള മഹാകവിയായിട്ടുള്ള എടുപ്പവും കാര്യവും. അപ്പോൾ അവിടെ കുറേ ഈ പാട്ട് പാടുക സ്ഥിരം ഹൈദരാലിയും വെൺമണിയായിരുന്നു പാട്ട് പാടുന്നത്. അതുപോലെ മറ്റേ പെൺകുട്ടികളുടെ അടുത്ത് ക്ഷേമാവതി സ്ഥിരമായിട്ട് പാട്ട്. പിന്നെ ഒരു 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 പണിക്കര മാഷിൻ്റെ ഒരു ബന്ധുണ്ടായിരുന്നല്ലോ, ഒരു നന്നായിട്ട് കളിച്ചായിരുന്നു അവിടെ സ്ഥിരമായിട്ട് പാടിയായിരുന്നു. പിന്നെ ഈ അപ്പോൾ നമ്മൾ ചമ്പോട്ടം തുടങ്ങിയതിന് മുമ്പേ അതിലേക്ക് ഇങ്ങോട്ട് താത്തിക്കൊണ്ടിരുന്ന ഒരു ശീലം ഉണ്ടല്ലോ, ഇപ്പം ധാരാളം ഉണ്ടല്ലോ. അത് പണ്ട് ഉണ്ടായിരുന്നില്ല. കുറേ കാലം കഴിഞ്ഞ ശേഷം അതിങ്ങനെ കളയിൽ പോയി തുടങ്ങിയപ്പോഴാണ് അങ്ങനെ മറ്റേ അടുത്ത കാലത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടത്. അത് അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ ഈ താളത്തിൽ ഭംഗം വരില്ലെന്ന് എനിക്ക് സംശയം. ഇത് വളരെ പകരം അത് അപ്പം മറ്റേ താളത്തിൽ വ്യത്യാസം വന്നില്ലേ? ഇത് കാലപ്രമാണം വ്യത്യാസം വന്നില്ലേ? ഇപ്പോൾ ക്ലാസിക്കലാണെങ്കിലും ഇപ്പോൾ ഒരു വർണ്ണം പാടുക വെച്ചാൽ ആദ്യത്തെ പല്ലവി കഴിഞ്ഞാൽ അനുപല്ലവി മുതൽക്ക് അവർ കാലം കയറ്റാറുള്ളൂ. അതിനിടയ്ക്ക് വിട്ട് കാല തന്നു താങ്ക അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മുറിയേ ഉള്ളൂ. അങ്ങനെ ഇതിൽ വേണ്ടതല്ലേ അഭിപ്രായം. അല്ല നമുക്ക് ഈ കർണാടക സംഗീതത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഇത് ശാസ്ത്രീയതയല്ല എന്ന് പറയുന്നത് കേരളീയമായിട്ടുള്ള ഒരു താള പദ്ധതിയിൽ ഇതൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. കാരണം ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കഥകളി സ്വാധീനിച്ചത് കർണാടക സംഗീതമല്ലല്ലോ അധികവും. അല്ല ഈ മേളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയൊരു ഇതില്ല. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഒരു അത്ര ഇപ്പോൾ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എത്ര പറയേണ്ടതെന്ന് വെച്ചാൽ, പക്ഷേ ഇപ്പോൾ എന്താ പതിനപത്തിൻ്റെ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും രാഗം പാടണം പോലെ തന്നെ താഴ്ത്തി പാടുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ ഇടയ്ക്ക് വെച്ച് കീഴ്പെട്ടാക്കലാണ്. അതിനാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. എന്നുള്ളതിന് പകരം അങ്ങനെ വേണ്ടെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. എങ്ങനെ വന്നു കൂടിയ ആദ്യകാലത്ത് തോടയത്തിൽ ഈ ത്രിപുരവട്ടം തുടങ്ങുന്നതിന് മുമ്പേ ആ ചെമ്പടവട്ടത്തിൽ മുമ്പേ ആദ്യം മുതൽക്ക് നമ്മൾ പിടിച്ചു പോയാൽ ചമ്പട പിടിച്ചു പോയാൽ അതിൻ്റെ സമത്തിലും നേർന്നില്ല. എന്നിട്ട് ഒരു ചാട്ടം കൂടി കൂട്ടി, ഒരു തൈതാതോ എന്നുള്ളൊരു ചാട്ടം കൂട്ടിയിട്ടാണ് അത് കുമാരൻ നേരാശാനായിട്ടുള്ള ഒരു മുപ്പരിക്ക് ഇതൊക്കെ അതിൻ്റെ പദ്ധതിക്ക് കൊണ്ടുവന്നെങ്കിൽ എങ്ങനെയല്ലേ എന്നിട്ട് അത് അതിലേക്ക് പാകപ്പെടുത്തിയ രീതിയിൽ അതിൽപ്പെട്ട ഒന്നാണോ അത് എന്നുള്ളത് നിശ്ചയില്ല. ഏതായാലും അല്ല അങ്ങനൊരു നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് ശരിയല്ലാന്ന് തോന്നുന്നു. പാട്ടുകാരിൽ പൊന്നാനി പ്രധാനിയും ശിങ്കിടി അതിൻ്റെ അസിസ്റ്റൻ്റ് ആ ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരും പെരുമയൊക്കെയുള്ള വലിയ ആൾക്കാരെങ്കിൽ അതിനുള്ള സിദ്ധിയുള്ള ആളും എപ്പോഴും പൊന്നാനി പാടുക. മാടമ്പി ആരുടെയൊക്കെ കൂടെയൊക്കെയാണ് ഈ പാടിയിട്ടുള്ളത് ആശാന്മാരെ കൂടെ ഇങ്ങനെയുള്ള ഇറങ്ങിയിട്ട്? ഞാൻ കലാമണ്ഡലത്തിലുള്ള ആശാന്മാരുടെ കൂടെ നമ്പി ആശാൻ്റെ, ശിവരാമനാശാൻ്റെ, മാധവപ്പള്ളി ആശാൻ്റെ, പിന്നെ ഗംഗാരട്ടൻ അവരൊക്കെ കൂടെ. അല്ലാണ്ട് കോട്ടയ്ക്ക് വാസു മറുങ്ങാടി, പിന്നെ ഒരു ഗോപാലക്കുറുപ്പ്, അത് രണ്ടാളും പല്യ, അതുപോലെ തങ്കമ്മ പണിക്കർ അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയത്. ഇല്ല പിന്നെ അധികം പിന്നെയൊക്കെ ചേങ്ങലെടുക്കലേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ചേങ്ങലെടുക്കലേ ഉണ്ടായിട്ടുള്ളൂ. ചേങ്ങലെടുക്കലും അത് മാറി ചെയ്തുള്ളൂ.
അപ്പം നമ്പീശാസാൻ പഠിക്കുന്ന കാലത്തൊന്ന് പറയും, നിങ്ങൾ ഒരു ദിവസം ശങ്കടി പാടിയാൽ പിറ്റേ ദിവസം പൊന്നാനി പാടുക, ആ ശങ്കടി പാടിയിട്ടുള്ള ആൾ പിറ്റേ ദിവസം പൊന്നാനി അങ്ങനെ മാറി മാറി ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ അതൊരു ഉണ്ടാക്കാനാണ്. ഞാൻ എപ്പോഴും പൊന്നാനിക്കാരനാണ്. അല്ല, സ്പർദ്ധയിൽ അതിൽ രണ്ടിൻ്റെയും രണ്ട് തരത്തിലല്ലേ അങ്ങനെ ഒരു ധാരണ ഉള്ളിൽ കിടന്ന് കൂടും. അത് ഉണ്ടാവുന്നതിനാണ് മാറി മാറി ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ തെക്കൻ ദിക്കിൽ ഭാഗത്തൊക്കെ മുമ്പേ ഉണ്ട്, ഇപ്പം ഇഷ്ടമില്ല. പൊന്നാനി പാടുന്ന ആൾ എന്നും പൊന്നാനിയാണ്, ശങ്കടി പാടുന്ന ആളെ എന്നും ശങ്കടി. അങ്ങനെ ആ ആൾക്കാർക്ക് കാണാൻ അവിടെ സാധിക്കുള്ളൂ. അപ്പം അത് ശരിയല്ല. പൊന്നാനി ശങ്കടി പാടുന്ന ആളെ എന്നും ശങ്കടിയാണ്, മറ്റുള്ള അറിയില്ല കാരണം. ഒരു സംഭവം ഉണ്ടായത്, അതായത് മറ്റേ സാക്ഷാൽ കൂടലമ്പൂരി കളി കാണാൻ വരും ഇവിടെ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഈ വടക്കേ സ്റ്റേജിലെ വലത്ത് ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ പണ്ട്, അത് പിന്നെ ഒന്നിച്ചാക്കിയത് പിന്നെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു കട്ടിലൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഇവരൊക്കെ അവരുടെ ശിഷ്യന്മാർ തന്നെയാണ് ഇല്ലേ. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ അദ്ദേഹം കളി കാണുമ്പോൾ ഒരു ദിവസം ശിവരാമൻ നായരാശാൻ പാടുകയാണ്. ശിവരാമൻ നായരാശാൻ പാടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവരാമൻ നായരാശാൻ്റെ പാട്ടിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കുറച്ചൊരു പരിമിതികളുണ്ട്. അദ്ദേഹം ഉറക്കനെ പറയണം, ആ ശിവരാമൻ അങ്ങോട്ട് മാറി നിൽക്കുക, ആ ഗംഗാരം വരട്ടെ. ഓർമ്മയില്ലേ? ശിവരാമൻ നായരാശാന് സംശയം ഉണ്ടായില്ല. അദ്ദേഹം ആ ചേങ്ങല അവിടെ വെച്ചു, ഇയാൾ പോയി. അപ്പോൾ പൊന്നാനിക്കാരൻ്റെ കേമത്വവും ശിങ്കിടിക്കാരൻ്റെ അതിൻ്റെ ഒരു സൂചന ഇപ്പോൾ ഓർമ്മിക്കാൻ വയ്യ. അത് അന്ന് ഭയങ്കര ഷോക്ക് പോലെ ആയിരുന്നു. അതുകൊണ്ട് ആൾക്കാരൊന്നും പറഞ്ഞില്ല. കാരണം വർഷക്കാലത്ത് ഉഴിച്ചിൽ നടക്കുന്ന കാലത്ത് അവിടെ ഒരു പിറന്നാളുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷണിക്കും, ഈ അഭിലാഷന്മാരൊക്കെ. അപ്പോൾ അവർ അന്ന് ഈ രാത്രി ക്ലാസ്സുള്ള ദിവസത്തെ രാത്രി ക്ലാസ് കഴിഞ്ഞിട്ട് ആദ്യമേ വെങ്കട്ടരാജ പോവും, നേരത്തെ വരും. മറ്റേത് കഴിഞ്ഞ് വന്നിട്ട് ഉഴിച്ചിലിന് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ അവർ ആശ്രിതന്മാരാണേ. അപ്പോൾ ആ നിലയ്ക്ക് ഒന്നും പറയാൻ വയ്യ. എനിക്ക് നിങ്ങൾക്ക് വല്ലാത്തൊരു സംഭവമായി തോന്നിയിട്ടുണ്ട്. ശരി, ഇത്ര കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പോൾ കഥകളി സംഗീതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ചിലത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ മാത്രം. തിരുവല്ലാമല ശിവരാമഭാഗവതരാണ് ഈ കഥകളി സംഗീതത്തിൻ്റെ അറിയപ്പെട്ടുള്ള ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ. അതിന് മുമ്പെയുള്ള ചരിത്രം കെ പി എസ്മാൻ്റെ പുസ്തകമില്ല. അപ്പോൾ അന്നത്തെ ഒരു രീതി ഒച്ചക്കാരൻ മെച്ചക്കാരൻ എന്ന് പറയാറുണ്ട്. ഏറ്റവും അധികം ഒച്ചയ്ക്ക് എടുത്ത് പാടുന്ന ആളാണ് ഏറ്റവും നല്ല പാട്ടുകാരൻ. അതിന് കാരണമുണ്ട്. കാരണം ഇത് മുഴുവൻ പാടത്തോ പറമ്പിലാണ് കളി നടക്കുന്നത്, മൈക്കില്ല. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ടെക്സ്റ്റ് കാഴ്ചക്കാർക്ക് മനസ്സിലാവണല്ലോ, കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉച്ച പാടുക എന്നുള്ളത് ഒരു യുക്തിസഹമായിട്ടുള്ള ചേച്ചിയാണ്. അവിടെ നിന്നൊക്കെ പോകുന്ന പാട്ടിൻ്റെ ഒരു കഥകളി പാട്ട്, ഹൈദരാലി പറഞ്ഞ പോലെ കഥകളി സംഗീതം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പാട്ട് മോശമാണ്, സംഗീതമാണ് കേമം എന്നുള്ളൊരു അറിയാതെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് ഈ വെങ്കടേശ്വര ഭാഗവതരാണ് പിന്നീട് ഒരുപാട് ഈ രംഗത്ത് പരിവർത്തനം കൊണ്ടുവന്നുള്ളത്, പുതിയ തരത്തിൽ വിടാം. അതും കഴിഞ്ഞ് ആ വെങ്കടേശ്വര ഭാഗവതരുടെ ശിഷ്യനായിട്ടുള്ള നമ്പീശൻ ആശാൻ, ആ നമ്പീശൻ ആശാൻ്റെ ശിഷ്യനമായിട്ടുള്ള നിങ്ങളുടെ ഒരു തലമുറ. അപ്പം നിങ്ങളൊരു തലമുറയിൽ നിന്ന് അത് നല്ലൊരു 10-60 കൊല്ലമായില്ലോ. ഇന്നത്തെ ആധുനിക ഇന്നത്തെ സമകാലിക കഥകളി സംഗീതത്തിനെക്കുറിച്ചും എങ്ങനെയാണ് മാടമ്പിയുടെ ഉള്ളിലുള്ള ഒരു ആസ്വാദകൻ പ്രതികരിക്കുന്നത്? നമ്മൾ പ്രയോക്താവായിട്ടല്ല ഞാൻ ചോദിക്കണത്. അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഏത് തരത്തിലാണ് അതിനെ മാറ്റം എന്നുള്ളത് അനിവാര്യമാണ്, അത് നിവൃത്തിയില്ല. അപ്പോൾ ആ ഒരു മാറ്റത്തിനെക്കുറിച്ച് എന്താണ് എന്നുള്ള ഇതിൽ ഞാനെന്താ പറയുക വെച്ചല്ല ശരിക്കും എന്താ ഇങ്ങനെ ചോദിച്ചാലേ, മാറ്റം ഏത് കാലത്തും എല്ലാത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ന് കേട്ടു, അത് പാടി, നാളെ വേറെ ഒന്ന് കേട്ടു, അത് അനുകരിച്ചു. ഇങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ അതിനുള്ള അടിസ്ഥാനം ഇല്ലാണ്ടേ പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു മാറ്റം വരുമ്പോൾ ഒരു 3-4 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ സംവിധാനം രാഗം മാറ്റി പാടിയിട്ടുണ്ട്.
അത് വേറെ ആരോ കൊണ്ടുപോയിട്ടപ്പോൾ അദ്ദേഹം തിരിച്ച് പഴയ തന്നെ ആക്കി ചെയ്തു. ആ കല്യാണ സുഹൃത്തിൽ ഏതോ ഒരു ഭാഗം. അപ്പം അങ്ങനെ ഉള്ള ഒരു ഭ്രമം ആയാൽ നന്നാൽ എന്നാണ് എൻ്റെ ആസ്വാദനത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ശീലിച്ചതാണ്, നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ശീലിച്ചത് പാലിക്കും, അതാണ് നമുക്ക് നന്നായിട്ട് തോന്നുക. അല്ലെങ്കിൽ മറ്റതൊക്കെ പക്ഷേ പിന്നെ ജനങ്ങൾക്ക് ആസ്വാദകർക്ക് ഓരോന്ന് മാറി മാറി തോന്നണനുസരിച്ച് പോയാൽ ഇതിന് നിലനിൽപ്പില്ലാണ്ടാവില്ലേ? ആസ്വാദകർക്ക് അനുസരിച്ച് നമ്മൾ മാറിപ്പോയാൽ ഇത് ശരിക്കുള്ള നൃത്ത സംഗീതമാകുമ്പോൾ അതിനൊരു പാകത, ആ പാകത്തു നിന്ന് അപ്പുറത്ത് പോയാൽ അത് നന്നല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു തരത്തിലുള്ള ഒരു അക്കാഡമിക്കായിട്ട് ചിന്തിക്കേണ്ട കുറേ കാര്യം കൂടി ഉണ്ടതിനെ. അതായത് ഇതൊക്കെ ശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനൊക്കെ പറയണത്. നമ്മൾ ശീലിച്ചതാണ്, നമ്മൾ സ്വാഭാവികമായിട്ടും ആർക്കും എന്തിനും അതന്നെയാവും. നമ്മൾ ശീലിച്ചൊരു ശീലം ഉണ്ടല്ലോ, അതിന് മാറ്റം വരുമ്പോൾ ആ മാറ്റം ആ അനുഗുണമായിട്ടാണോ, അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ പാകത്തിലാണോ, അതോ അതിനെ തന്മയെ നശിപ്പിക്കുന്നതാണോ എന്നുള്ളതൊരു താത്വിക ചിന്തയാണ്. അത് ആ തരത്തിൽ ചിന്തിക്കുമ്പോഴാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കഥകളിപ്പാട്ടിൻ്റെ ധർമ്മം എന്താണ് എന്നുള്ളത് ഒരു അടിസ്ഥാന ചോദ്യമാണല്ലോ. അത് പലപ്പോഴും കർണാടക സംഗീതത്തിൻ്റെ ധർമ്മമല്ല കഥകളിപ്പാട്ടിൻ്റെ ധർമ്മം. നൃത്തസംഗീതം കഥാപാത്രത്തിൻ്റെ സംഭാഷണമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സംഭാഷണത്തിനാണ് പ്രാധാന്യം. അതിനെ മറികടന്നുകൊണ്ട് അതിനെ ഇല്ലാതാക്കിയിട്ട് ഉള്ള സംഗീതം ശോഭനീയല്ല എന്നാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സാധനം ഇന്ന് അനാവശ്യമായിട്ട് തോന്നിയിട്ടുള്ള സാധനം ഒരു 7-8 കൊല്ലം കഴിയുമ്പോൾ അത്യാവശ്യമായിട്ട് ആ സാധനം അതിപ്പോൾ അത്യാവശ്യമാണല്ലോ എന്ന് പറയുന്ന സമ്പ്രദായം ആണ് ഇപ്പം ഈ പഴയതിലേക്ക് അന്വേഷിച്ച് വരുന്ന ആൾക്കാർ. പുതിയതൊക്കെ ഉണ്ടെങ്കിലും പഴയത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയാറുണ്ട്. പഴത് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം അതാണോ എന്നുള്ള അറിയാതിന്. അത് അന്ന് ഈ പഠിക്കാതെ ഇവിടെ എത്ര കളരി ഉണ്ടായിരുന്നു നാടൻപിള്ള? 1, 2 കളരി, പിന്നെ ഓലപ്പനോണ്ട് ഒരു 1-2 ഒന്ന് അവിടെ കുട്ടിയാശാല ഒന്ന്, പിന്നെ അത് കഴിഞ്ഞ് രാമകുട്ടിയാശാലായി. രാമകുട്ടിയാശാൻ ഇങ്ങനത്തെ താഴത്തുള്ള ആ സമാധിയുടെ അടുത്ത്, പിന്നെ അത് പ്രദർശനമായി. രാമകുട്ടിയാശാൻ അങ്ങോട്ട് മാറിയപ്പോൾ കുട്ടിയാശാൻ പോയപ്പോൾ അങ്ങനെ ആയി. പിന്നെ അത് അല്ലാണ്ട് ഈ ഗേറ്റായി കഴിഞ്ഞാൽ വലത്ത് ഭാഗത്ത് ഇടത്ത് ഭാഗത്ത് പട്ടപ്പര ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പാട്ട് ക്ലാസ്സൊക്കെ എവിടെ? ഹാളിലാണ്. ഹാളിൻ്റെ പിന്നെ ആ ചെറിയൊരു മുറിയുണ്ട് ഹാളിൻ്റെ, വലിയ ഉയർന്നൊരു സ്റ്റേജിൻ്റെ ബാക്കിൽ. ഈ ഒന്നിപ്പോൾ ഓഫീസ് ഭാഗത്തായിട്ട് മറ്റേ ഭാഗം ഉണ്ടായിരുന്നു, വടക്ക് ഭാഗം. അവിടെ ഇരുന്ന് ക്ലാസ്സുണ്ട്. രാവിലത്തെ സാഹസമൊക്കെ ഈ സ്റ്റേജിൻ്റെ മുകളിലാണ്. ഓർമ്മയുണ്ട്. എന്തായാലും മാറ്റം അനിവാര്യമാണ്. അത് നമ്മൾ ആരും തടുത്താൽ തടുക്കില്ല. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം ഒന്നുണ്ടല്ലോ, പ്രധാനമാണല്ലോ. അത് ഒരാളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം അതൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു സന്തോഷമാണ്. ആടപ്പിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരം, അതിനെ തുടർന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ പുരസ്കാരങ്ങളെക്കുറിച്ചൊന്ന് പറയുക. എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള പുരസ്കാരം ശരിക്കും പറഞ്ഞാൽ KM സാരോടി സ്മാരക അവാർഡാണ്, തൃശ്ശൂർ കഥകളി. അതാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഈയിടെയാണ് കുഞ്ഞുനാരാശാൻ്റെ സ്മാരകമായിട്ടുള്ളത്. അത് ഒരു മാസം മുമ്പേ അതാണ് അവസാനമായിട്ടായി. അതിന് പുറമെ കേരളത്തിൽ കലാമണ്ഡലത്തിന് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് മുഴുവൻ കണക്ക് ആക്കി പറയുന്നു. ഇപ്പം അത് എല്ലാം കൂടി വെച്ചാൽ സ്ഥലമില്ലാണ്ട് ഒരു മുറി ഉണ്ടാക്കിയപ്പോൾ അവിടെ. അപ്പോൾ നോക്കുമ്പോൾ ആ മുറി നിറയെ വേറൊന്നും നിറയൊന്നും ഇഷ്ടമല്ല ഉള്ളതൊക്കെ കൂടി. അതിന് മുഴുവൻ പണി കഴിഞ്ഞിട്ട്. ഏതായാലും പിന്നെ വലിയൊരു ശിഷ്യവൃന്ദം, അത് മാടമ്പിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഇത്രയധികം ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ ഒരു നിയോഗം പോലെ അത്രേ പറഞ്ഞിട്ടുള്ളത്. 80ാം പിറന്നാള് ശിഷ്യന്മാരുടെ വകയാൻ മുഴുവൻ അവരുടെ. അപ്പോൾ അതൊരു
ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടുള്ള ഒരു തന്നെയാണല്ലോ ശിഷ്യധനം എന്നുള്ളത്. എന്തായാലും അവരുടെ ഓർമ്മയ്ക്ക് പൊടിയാണ് ഒരു ചെയ്യലുണ്ടായി എൻ്റെ പേരായിട്ട് ഒരു ഇതായിട്ട് ഒരു പേര് ചിത്ര സഹിതം ഒരു അതിനുണ്ടായതാണ്. ഏതായാലും 84 അടുക്കയില്ലേ? 84 അടുക്കായി. വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? വിസ അങ്ങനെയുള്ള വിസയ്ക്ക് അതെ, അത് കിട്ടുന്നില്ല. നമ്മൾ അപേക്ഷിക്കണ്ട. അത് വിസ സാധാരണ അങ്ങനെയാണല്ലോ, വിസ അപേക്ഷിക്കണ്ട. അവർ എടുത്തു തന്നു പോകാൻ നിർത്തിയില്ല. ഏതായാലും വലിയൊരു ഒരു അനുഭവത്തിൻ്റെ ചിലത് അപേക്ഷിക്കാണ്ട് കിട്ടില്ലല്ലോ. അപേക്ഷിക്കാണ്ട് കിട്ടണമെന്ന് കുഴപ്പമില്ല. അപ്പം ഇത് കിട്ടുക കുട്ടിയുടെ ശരി അതിന് വേഗം അപേക്ഷിച്ചു എങ്ങനെയാലും അതിന് മറുപടിയൊന്നും വന്നിട്ടില്ല. അതെപ്പോഴാണ് വരാതെന്ന് വെച്ചില്ല. ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാപ്രവർത്തനങ്ങൾ, ദീർഘകാലത്തെ പല പ്രവർത്തനങ്ങൾ വളരെ സന്തോഷപ്രദമായിട്ട് തൃപ്തികരമായിട്ട് ചെയ്യണം ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ്. ആ ഒരു നല്ലൊരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ നമുക്ക് പ്രസക്തി ഉണ്ടാവുള്ളൂ. മറ്റതൊക്കെ അപ്പോൾ നിയോഗങ്ങൾ കളിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഉള്ള ആ ഒരു മാടമ്പിയുടെ കുടുംബത്തിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലം കലാജീവിതമായിട്ട് എങ്ങനെ ചേർത്ത് പറയുക? അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിർഭാഗ്യവശാൽ ആദ്യത്തെ ഒരു വിവാഹം അവർ അകാലത്ത് മരണപ്പെട്ടു. അതിൽ 2 കുട്ടികളുണ്ട്. അതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചാണ് ഇപ്പോൾ ആര്യദേവി എന്നുള്ള കുട്ടി. അവരാണിപ്പോൾ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിങ്ങൾ അറിയണവർക്ക് കണ്ടിട്ടുണ്ടാവും. എൻ്റെ കൈ പിടിച്ച് നോക്കും. ഞാൻ പറയാതെ തന്നെ ഒപ്പം നിൽക്കും. അപ്പോൾ അവർക്ക് അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ദൈവാധീനം മാത്രമേ പറയുള്ളൂ. മൂത്ത മകൻ ശശി എന്നാണ്, ശങ്കരൻ ശശി എന്നാണ്. മുത്തശ്ശിക്ക് അമ്മയ്ക്കൊന്നും അങ്ങനെ അച്ഛൻ്റെ പേരാകൊണ്ടാണ് ശങ്കരൻ എന്നാണ് പേര്. അത് വിളിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ശശിയാക്കി മാറ്റിയത്. അയാൾ ഡൽഹിയിലെ ഒരു കമ്പനിയിൽ, പ്രൈവറ്റ് കമ്പനിയിൽ. രണ്ടാമത്തെ ആൾ നാരായണൻ, ഹോസൂരാണ്, ബാംഗ്ലൂരടുത്ത്. അവിടെ ഈ സുസൂക്കി അതിലാണ് അയാൾ വർക്ക് ചെയ്തത്. പിന്നെ മകളാണ്, അത് തൊഴിലാനൂർക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തത്. അത് കോഴിക്കോട് ശാസ്ത്രമംഗലത്ത് കുടുംബസഭയിൽ. ഒരു സംതൃപ്തമായ എൻ്റെ മകളുടെ രണ്ടാമത്തെ കുട്ടി കലാമണ്ഡലത്തിൽ പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലമായി മോഹിനിയാട്ടം. അതിൻ്റെ മോഹം കൊണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് ചേർത്തിട്ടാണ്. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ രണ്ടാമത് ഇഷ്ടം ആലോചിക്കാണ്ട് ചേർത്ത് പോകാനുണ്ടായത്. ഏതായാലും അങ്ങനെ സംതൃപ്തമായിട്ടൊരു കുടുംബജീവിതവും ദൈവാധീനം കൊണ്ട് അതിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഏതായാലും എല്ലാവരും പറയും പോലെ, എല്ലാവർക്കും അവരോടും പറയും പോലെ ആണല്ലോ ഒരു 1000 ആരോഗ്യ സൗഭാഗ്യങ്ങൾ നേരുക എന്നുള്ളതിൻ്റെ എത്രയായാലും ഉണ്ടായില്ലോ. ഇവിടുന്ന് ഞങ്ങൾ വിളിക്കുന്നവരെ പോട്ടെ. വരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഈ കുറച്ച് അക്ഷശ്ലോകത്തിൻ്റെ പാരമ്പര്യമുള്ള കൂടിയാണ് ഞാൻ പറഞ്ഞത്. VKG എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളാണ് ഈ അക്ഷശ്ലോകക്കാർ ധാരാളം ഉപയോഗിക്കുക. നല്ല ഭംഗിയുള്ള ശ്ലോകമാണ്. അതിലൊരു ശ്ലോകം എന്താ വെച്ചാൽ, താങ്ങാർക്കും തണലാർക്കുമില്ല മരണം സാധാരണം, മങ്ങിച്ചുങ്ങിയുണങ്ങി ഒന്നിഹ തിരോധാനം സമാധാനദം, തേങ്ങാം പ്രേയസി മക്കളൊത്തഥ സുഹൃദ്രത്നങ്ങളും മൂകരായി നീങ്ങാം പട്ടടയോളം, ഒന്നിനി കുളിക്കാൻ നോക്കുക എല്ലാവരും. അപ്പോൾ ആരെതിലും നമ്മളെ കൂടെ എത്തിയത് അതുവരെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവുക. അപ്പോൾ തനിക്ക് താൻ തന്നെ ആ ഒരു പ്രസിദ്ധമായിട്ട് ശ്ലോകം മാടമ്പിയുടെ അച്ഛൻ പഠിപ്പിച്ചതാണല്ലോ. മാപ്പനാണ് അത് ചൊല്ലി എനിക്ക് പഠിപ്പിച്ചത്. ഞങ്ങൾ അക്ഷശ്ലോകത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ക്വാർട്ടേഴ്സ് താമസിക്കുമ്പോഴേ.
അപ്പോൾ വിളിച്ചാവുന്നവർ അക്ഷരശ്ലോകം ചെല്ലുന്ന ഒരുപാട് നേടിയ ഏതായാലും അങ്ങനെ അതന്നെയുള്ളൂ. കേശവേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേശവേട്ടൻ, നമ്പിശൻകുട്ടി, അതെ. ഒരു ഉണ്ണികൃഷ്ണൻ, ഈ നെടുമ്പേക്കാരൻ ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ ഇതിൻ്റെ വാഴകുന്നം പ്രസിദ്ധമായിട്ടുള്ള മറ്റേ മജീഷ്യൻ, നല്ല അക്ഷരശ്ലോകക്കാരനാണ്. അപ്പോൾ ഒരു ശരി എന്നാൽ സന്തോഷം.